ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് രാത്രി നമ്മൾ നൂറ്റാണ്ടുകൾ പിന്നോട്ട് സഞ്ചരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലേക്ക്. ഭൂപടങ്ങളിൽ പല ഭാഗങ്ങളും ശൂന്യമായി കിടന്നിരുന്ന, ലോകത്തിൻ്റെ മറുഭാഗത്ത് എന്താണെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലേക്ക്. കഥ നടക്കുന്നത് യൂറോപ്പിലാണ്, പ്രധാനമായും പോർച്ചുഗലിലും സ്പെയിനിലുമായി. ഇന്നത്തെ പോർച്ചുഗലും സ്പെയിനും നമുക്കെല്ലാം ഫുട്ബോളിൻ്റെയും മനോഹരമായ കടൽ തീരങ്ങളുടെയും പേരിലാണ് പരിചിതമെങ്കിൽ അന്നവർ ലോകമടക്കി ഭരിച്ചിരുന്ന രണ്ട് വൻശക്തികളായിരുന്നു. നമ്മുടെ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ രണ്ടുപേരാണ്: ഫെർഡിനാൻഡ് മഗല്ലൻ എന്ന പോർച്ചുഗീസ് നാവികനും ജുവാൻ സെബാസ്റ്റ്യൻ എൽക്കാനോ എന്ന സ്പാനിഷ് നാവികനും. ചരിത്രപുസ്തകങ്ങളിൽ പലപ്പോഴും മഗല്ലൻ്റെ പേരാണ് മുഴങ്ങിക്കേൾക്കാറുള്ളത്. സുഗന്ധവ്യഞ്ജനങ്ങൾ തേടി പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച് ഏഷ്യയിലെത്താൻ ഒരു സംഘത്തെ നയിച്ച ധീരനായ പര്യവേക്ഷകൻ എന്നാണ് അദ്ദേഹത്തെ ലോകം വാഴ്ത്തുന്നത്. എന്നാൽ ആ യാത്ര പൂർത്തിയാക്കിയത് അദ്ദേഹമായിരുന്നില്ല. മഗല്ലൻ്റെ മരണശേഷം തകർന്നടിഞ്ഞ ആ സംഘത്തെ ഏറ്റെടുത്ത് ചരിത്രത്തിൽ ആദ്യമായി ഭൂമിയെ ചുറ്റി സഞ്ചരിച്ച് ജന്മനാട്ടിൽ തിരിച്ചെത്തിച്ചത് എൽക്കാനോയായിരുന്നു. ഈ യാത്രയിലൂടെയാണ് ഭൂമി ഉരുണ്ടതാണെന്ന് മനുഷ്യർ ആദ്യമായി വിശ്വസിക്കാൻ തുടങ്ങിയത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഇതിഹാസയാത്രയുടെ പൂർണ്ണമായ കഥയാണ്. അപമാനിതനായി സ്വന്തം രാജ്യത്ത് നിന്ന് പുറത്താക്കപ്പെട്ട മഗല്ലൻ പ്രതികാരദാഹവുമായി സ്പെയിനിലെ രാജാവിനെ സമീപിക്കുന്നിടത്ത് നിന്നാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. പിന്നീട് പല രാജ്യങ്ങളിൽ നിന്നുള്ള നാവികരും ചാരന്മാരും അടങ്ങുന്ന ഒരു വിചിത്രമായ സംഘത്തെയും 5 കപ്പലുകളെയും ഒരുക്കി മഗല്ലൻ യാത്ര തുടങ്ങുന്നു. യാത്രയുടെ തുടക്കത്തിൽ തന്നെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വെച്ച് ഗൂഢാലോചനകൾ രൂപപ്പെടുന്നു. പിന്നീട് മഞ്ഞുമൂടിയ പാറ്റഗോണിയയിലെ കൊടും തണുപ്പിൽ ഒരു വലിയ കലാപം പൊട്ടിപ്പുറപ്പെടുന്നുണ്ട്. അതിനെയെല്ലാം അതിജീവിച്ച് ഭൂപടത്തിലില്ലാത്ത ഒരു ഭീകരമായ കടലിടുക്ക് കണ്ടെത്തി അവർ ശാന്തസമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്നു. പക്ഷെ ആ യാത്ര അവർ പ്രതീക്ഷിച്ചതിലും ഭീകരമായിരുന്നു. 3 മാസത്തോളം പട്ടിണിയും രോഗങ്ങളും മാത്രം കൂട്ടിനുണ്ടായിരുന്ന ആ കടൽ യാത്രയുടെ കഥ നമ്മൾ വിശദമായി കാണും. ഒടുവിൽ ഫിലിപ്പൈൻസിൽ കരയെത്തുന്ന അവരെ കാത്തിരുന്നത് പുതിയ മനുഷ്യരും പുതിയ രാഷ്ട്രീയവുമാണ്. അവിടെ വെച്ച് മഗല്ലൻ എന്ന ഇതിഹാസം ഒരു ചെറിയ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നു. പിന്നീട് നായകനില്ലാതെ അനാഥമായ ആ സംഘത്തിൻ്റെ അമരത്തേക്ക് എൽക്കാനോ എത്തുന്നു. ശേഷിച്ച ഒരേയൊരു കപ്പലിൽ ലോകത്തിൻ്റെ കണ്ണുവെട്ടിച്ച് അതിസാഹസികമായി യാത്ര പൂർത്തിയാക്കി ആ 18 പേർ സ്പെയിനിൽ തിരിച്ചെത്തുന്നു. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, വർഷങ്ങൾക്ക് ശേഷം എല്ലും തോലുമായ കുറച്ച് മനുഷ്യരുമായി ഒരു പ്രേതക്കപ്പൽ പോലെ ഒരു കപ്പൽ സ്പെയിനിൻ്റെ തീരത്തേക്ക് അണയുന്നു. ആ കാഴ്ച സൃഷ്ടിച്ച ഞെട്ടൽ എത്ര വലുതായിരിക്കും! ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രി യാത്രകൾ ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്ലംബർ സാഗ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ എവിടെ നിന്നാണ് ഇത് കേൾക്കുന്നത്, ഇപ്പോൾ അവിടെ എത്ര സമയമായി എന്നതിനെക്കുറിച്ച് ഒരു കമൻ്റ് ഇടുക. കാരണം ആരൊക്കെ എവിടെ നിന്നൊക്കെയാണ് ഈ കഥ കേൾക്കുന്നതെന്ന് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ആ ഫാൻ ഓൺ ചെയ്യുക. ഇന്ന് രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. നമ്മുടെ കഥ ആരംഭിക്കുന്നത് പോർച്ചുഗലിൻ്റെ തലസ്ഥാനമായ ലിസ്ബണിലെ രാജകൊട്ടാരത്തിലാണ്. വർഷം 1517. യൂറോപ്പിലെ ഏറ്റവും ശക്തരായ രാജാക്കന്മാരിൽ ഒരാളായ മാനുവൽ ഒന്നാമൻ്റെ മുന്നിൽ 30 വയസ്സിനോടടുത്ത് പ്രായമുള്ള ഒരു സാധാരണ പട്ടാളക്കാരൻ നിൽക്കുന്നു. അയാളുടെ പേര് ഫെർഡിനാൻഡ് മഗല്ലൻ. കണ്ടാൽ ഒരു പ്രഭുവിൻ്റെയോ വലിയ ഉദ്യോഗസ്ഥൻ്റെയോ യാതൊരു ലക്ഷണവുമില്ല. ഉയരം കുറഞ്ഞ് തടിച്ച ശരീരം. ഒരു യുദ്ധത്തിൽ പറ്റിയ മുറിവ് കാരണം ചെറുതായി മുടന്തിയാണ് നടക്കുന്നത്. മുഖത്ത് എപ്പോഴും ഒരു ദേഷ്യവും നിരാശയും നിഴലിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ രാജാവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ആരുടെയും നെഞ്ചൊന്നിടിക്കും. എന്നാൽ മഗല്ലൻ്റെ കണ്ണുകളിൽ ഭയത്തേക്കാൾ ഉപരി എന്തോ ഒന്ന് നേടിയെടുക്കാനുള്ള അടങ്ങാത്ത ആവേശമാണ് കാണുന്നത്. അയാൾ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം രാജാവിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. സുഗന്ധവ്യഞ്ജനങ്ങൾ, അതായത് ഗ്രാമ്പൂ, കറുവാപ്പട്ട, കുരുമുളക് പോലുള്ളവ സ്വർണത്തേക്കാൾ വിലപിടിപ്പുള്ള വസ്തുക്കളായിരുന്ന ഒരു കാലമായിരുന്നു അത്. യൂറോപ്പിലെ ഭക്ഷണങ്ങൾക്ക് രുചി നൽകാനും കേടുകൂടാതെ സൂക്ഷിക്കാനും എന്തിന് ചില മരുന്നുകൾ ഉണ്ടാക്കാൻ പോലും ഇവ അത്യാവശ്യമായിരുന്നു. ഈ സുഗന്ധദ്വീപുകൾ
അങ്ങ് ദൂരെ ഏഷ്യയിലാണുള്ളത്. അവിടേക്ക് കടലിലൂടെ ഒരു വഴി കണ്ടുപിടിക്കുക എന്നത് ഏതൊരു യൂറോപ്യൻ രാജ്യത്തിൻ്റെയും ഏറ്റവും വലിയ ലക്ഷ്യമായിരുന്നു. പോർച്ചുഗൽ അതിനോടകം തന്നെ ആഫ്രിക്കൻ തീരം ചുറ്റി ഇന്ത്യയിലേക്കും ഏഷ്യയിലേക്കും ഒരു കടൽപ്പാത കണ്ടെത്തി കഴിഞ്ഞിരുന്നു. ആ വഴിയിലൂടെയുള്ള കച്ചവടം പൂർണ്ണമായും അവരുടെ കുത്തകയായിരുന്നു. മറ്റാർക്കും അതിലൂടെ കച്ചവടം ചെയ്യാൻ അനുവാദമില്ല. ഇവിടെയാണ് മഗല്ലൻ തൻ്റെ വ്യത്യസ്തമായ ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. ഭൂമി ഉരുണ്ടതാണെങ്കിൽ കിഴക്കോട്ട് മാത്രം പോകുന്നതെന്തിനാണ്? പടിഞ്ഞോട്ട് യാത്ര തിരിച്ചാലും ഏഷ്യയിലെത്താൻ സാധിക്കില്ലേ? അമേരിക്ക എന്നൊരു പുതിയ വൻകരയുടെ സാന്നിധ്യം യൂറോപ്യന്മാർക്ക് അറിയാമായിരുന്നു. എന്നാൽ ആ വൻകരയ്ക്ക് അപ്പുറം എന്തുണ്ടെന്ന് ആർക്കും ഒരു രൂപവുമില്ല. അമേരിക്കൻ വൻകരയുടെ തെക്കേ അറ്റത്തുകൂടി ഒരു വഴി കണ്ടെത്താനായാൽ സ്പെയിനിൻ്റെയും പോർച്ചുഗലിൻ്റെയും കണ്ണുവെട്ടിച്ച് എളുപ്പത്തിൽ സുഗന്ധദ്വീപുകളിലെത്താമെന്നും പോർച്ചുഗലിൻ്റെ കുത്തക തകർക്കാമെന്നും മഗല്ലൻ രാജാവിനോട് വാദിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ വളരെ നല്ലൊരാശയമായി തോന്നാമെങ്കിലും മാനുവൽ രാജാവിന് പുച്ഛമാണ് തോന്നിയത്. ഒന്നാമത്തെ കാരണം, മഗല്ലൻ രാജാവിന് അത്ര പ്രിയപ്പെട്ടവനല്ല. വർഷങ്ങളായി പോർച്ചുഗലിനു വേണ്ടി പല യുദ്ധങ്ങളിലും പങ്കെടുത്ത ഒരു പട്ടാളക്കാരൻ മാത്രമാണ് അയാൾ. മൊറോക്കോയിൽ വെച്ച് നടന്ന ഒരു യുദ്ധത്തിൽ നിന്നും അനുവാദമില്ലാതെ പിന്മാറി എന്നൊരു ആരോപണവും അയാളുടെ പേരിലുണ്ട്. അതുകൊണ്ട് തന്നെ രാജാവിൻ്റെ കണ്ണിൽ മഗല്ലൻ ഒരു അച്ചടക്കമില്ലാത്ത അഹങ്കാരിയായ സൈനികൻ മാത്രമാണ്. രണ്ടാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം, പോർച്ചുഗലിന് ഇതിൻ്റെ ആവശ്യമില്ല എന്നതാണ്. അവർക്ക് കിഴക്കോട്ട് പോകുന്ന സുരക്ഷിതമായ ലാഭകരമായ ഒരു കച്ചവടപാതയുണ്ട്. പിന്നെന്തിനാണ് ഇല്ലാത്തൊരു വഴി കണ്ടുപിടിക്കാൻ പണവും സമയവും കളയുന്നത്? മഗല്ലൻ പറയുന്നത് പോലെ ഒരു വഴി ചിലപ്പോൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഇല്ലാതിരിക്കാം. അതൊരു ഭാഗ്യപരീക്ഷണമാണ്. വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാമ്രാജ്യത്തിന് അത്തരം ഭാഗ്യപരീക്ഷണങ്ങളുടെ ആവശ്യമില്ല. രാജാവ് മഗല്ലൻ്റെ അപേക്ഷ പുച്ഛിച്ചു തള്ളുക മാത്രമല്ല, അയാളെ പരസ്യമായി അപമാനിക്കുകയും ചെയ്യുന്നു. തൻ്റെ പെൻഷനിൽ ഒരു ചെറിയ വർധനവ് വേണമെന്ന മഗല്ലൻ്റെ അപേക്ഷയും രാജാവ് നിരാകരിച്ചു. അതൊരു നിസാരമായ തുകയായിരുന്നു. പക്ഷേ ആ നിരാകരണം മഗല്ലൻ്റെ മനസ്സിൽ ഒരു തീക്കനൽ കോരിയിട്ടു. താൻ വർഷങ്ങളോളം സേവിച്ച രാജ്യത്തിനും രാജാവിനും തന്നോട് പുല്ലുവില പോലുമില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. അപമാനം കൊണ്ട് അയാളുടെ മുഖം ചുവന്നു. രാജസദസ്സിൽ നിന്നും മുടന്തി കടന്നു പോകുമ്പോൾ മഗല്ലൻ്റെ മനസ്സിൽ ഒരു തീരുമാനമുറച്ചിരുന്നു. ഇനി ഈ രാജ്യത്ത് താൻ നിൽക്കില്ല. തൻ്റെ സ്വപ്നത്തിന് ചിറകുകൾ നൽകാൻ കഴിവുള്ള ആരുടെയെങ്കിലും അടുത്തേക്ക് താൻ പോകും, അത് സ്വന്തം രാജ്യത്തിൻ്റെ ശത്രുവാണെങ്കിൽ പോലും. ഈ സംഭവം മഗല്ലൻ എന്ന വ്യക്തിയെ പൂർണ്ണമായും മാറ്റിമറിച്ചു. അതുവരെ അയാളുടെ മനസ്സിൽ ലോകം ചുറ്റി സഞ്ചരിക്കാനുള്ള ആഗ്രഹം മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ അതിനൊപ്പം പ്രതികാരമെന്നൊരു വികാരം കൂടി ആളിക്കത്താൻ തുടങ്ങി. തന്നെ അപമാനിച്ച മാനുവൽ രാജാവിൻ്റെയും തന്നെ വില കുറച്ച് കണ്ട പോർച്ചുഗൽ എന്ന രാജ്യത്തിൻ്റെയും മുന്നിൽ താൻ ആരാണെന്ന് തെളിയിക്കണം. അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ. താൻ മുന്നോട്ട് വെച്ച പടിഞ്ഞാറൻ പാത യാഥാർത്ഥ്യമാക്കണം. അതിലൂടെ സുഗന്ധദ്വീപുകളിൽ നിന്നുള്ള സമ്പത്ത് മുഴുവൻ മറ്റൊരു രാജ്യത്തേക്ക് എത്തിക്കണം. പോർച്ചുഗലിൻ്റെ കുത്തക തകർക്കണം. മഗല്ലൻ രഹസ്യമായി തൻ്റെ പദ്ധതികളുമായി മുന്നോട്ടു പോകുന്നു. ജ്യോതിശാസ്ത്രജ്ഞനും ഭൂപട നിർമ്മാതാവുമായ റൂയി ഫലീറോ എന്നൊരാളുമായി അയാൾ കൈകോർക്കുന്നു. ഫലീറോയും മാനുവൽ രാജാവിനോട് ദേഷ്യമുള്ള ഒരാളായിരുന്നു. ഇരുവരും ചേർന്ന് ലഭ്യമായ എല്ലാ ഭൂപടങ്ങളും പഠിച്ചു. തെക്കേ അമേരിക്കയുടെ തീരങ്ങൾ രേഖപ്പെടുത്തിയ പഴയ ഭൂപടങ്ങൾ അവർ പരതി. ഇവിടെയോ ഒരിടത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തെയും അതിനപ്പുറമുള്ള കടലിനെയും ബന്ധിപ്പിക്കുന്ന ഒരു വഴി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. ഒടുവിൽ തങ്ങളുടെ പദ്ധതി അവതരിപ്പിക്കാൻ പറ്റിയ ഒരിടം അവർ കണ്ടെത്തി: സ്പെയിൻ. അക്കാലത്ത് സ്പെയിൻ ഭരിച്ചിരുന്നത് വളരെ ചെറുപ്പക്കാരനായ ചാൾസ് ഒന്നാമൻ എന്ന രാജാവായിരുന്നു. ലോകം കീഴടക്കാൻ ആഗ്രഹിച്ച് നടക്കുന്ന ആ ചെറുപ്പക്കാരനായ രാജാവിന് പുതിയ ആശയങ്ങളോട് വലിയ താൽപ്പര്യമായിരുന്നു. പോർച്ചുഗലിൻ്റെ നിഴലിൽ ഒതുങ്ങിക്കഴിയാൻ സ്പെയിൻ ആഗ്രഹിച്ചില്ല. ഏഷ്യയുമായി കച്ചവടം നടത്താൻ സ്വന്തമായൊരു വഴി കണ്ടെത്തേണ്ടത് അവരുടെ അഭിമാന പ്രശ്നമായിരുന്നു. ഈ അവസരം മഗല്ലൻ ശരിക്കും മുതലെടുത്തു. 1517 അവസാനത്തിൽ മഗല്ലൻ തൻ്റെ പോർച്ചുഗീസ് പൗരത്വം ഉപേക്ഷിച്ച് ഒരു രാജ്യദ്രോഹിയെപ്പോലെ രഹസ്യമായി സ്പെയിനിലേക്ക് പലായനം ചെയ്തു. സ്വന്തം രാജ്യം പുറന്തള്ളിയ ഒരു മുറിവേറ്റ പട്ടാളക്കാരൻ ലോകചരിത്രം മാറ്റിയെഴുതാൻ പോകുന്ന ഒരു ഭ്രാന്തൻ ആശയവുമായി ഒരു പുതിയ രാജ്യത്ത് അഭയം തേടിയെത്തി. അവിടെ നിന്നാണ് 5 കപ്പലുകളുടെയും 270-ലധികം നാവികരുടെയും 3 വർഷം നീണ്ടുനിന്ന അതിജീവനത്തിൻ്റെയും കഥ തുടങ്ങുന്നത്. സ്പെയിനിലെ യുവരാജാവായ ചാൾസിൻ്റെ മുന്നിൽ വെച്ച് മഗല്ലൻ തൻ്റെ പദ്ധതി അവതരിപ്പിക്കുമ്പോൾ അവിടെയുണ്ടായിരുന്ന ഉപദേശകരിൽ പലരുടെയും മുഖത്ത് പുച്ഛമായിരുന്നു. പോർച്ചുഗലിൽ നിന്നും പുറത്താക്കപ്പെട്ട
ഒരു സാധാരണ പട്ടാളക്കാരൻ പറയുന്ന ഈ ഭ്രാന്തനാശയം ആരും അത്ര കാര്യമായി എടുത്തില്ല. എന്നാൽ ലോകം വെട്ടിപ്പിടിക്കാനുള്ള ആവേശത്തിൽ നിന്നിരുന്ന ചാൾസ് രാജാവിൻ്റെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായി. പോർച്ചുഗലിനെ മറികടക്കാനുള്ള ഒരു സുവർണാവസരമാണ് തനിക്ക് മുന്നിൽ വന്നിരിക്കുന്നതെന്ന് ആ ചെറുപ്പക്കാരൻ തിരിച്ചറിഞ്ഞു. നീണ്ട ചർച്ചകൾക്കും വിലപേശലുകൾക്കും ശേഷം 1518 മാർച്ച് മാസത്തിൽ രാജാവ് ആ പദ്ധതിക്ക് അനുമതി നൽകി. യാത്രയുടെ മൊത്തം ചിലവിൻ്റെ ഒരു ചെറിയ ഭാഗം രാജാവും ബാക്കി വലിയൊരു ഭാഗം ക്രിസ്റ്റഫർ ഡി ഹാരോ എന്ന ധനികനായൊരു വ്യാപാരിയും വഹിക്കാമെന്നേറ്റു. കടലാസിലെല്ലാം ഭംഗിയായി ഒപ്പുവെച്ചു. മഗല്ലനും ഫലീറോയ്ക്കും യാത്രയുടെ സമ്പൂർണ്ണ കമാൻഡർ പദവി നൽകി. പോർച്ചുഗലിൽ വെച്ച് താൻ അനുഭവിച്ച അപമാനത്തിനുള്ള ആദ്യത്തെ മറുപടിയായിരുന്നു അത്. മഗല്ലൻ്റെ മനസ്സിൽ 1000 ലഡ്ഡു ഒരുമിച്ച് പൊട്ടിക്കാണണം. പക്ഷേ ഒരു രാജാവ് ഒപ്പിട്ടതുകൊണ്ട് മാത്രം കാര്യങ്ങൾ എളുപ്പമാകില്ലല്ലോ. സ്പെയിനിലെ കച്ചവടത്തിൻ്റെയും പര്യവേക്ഷണങ്ങളുടെയും കാര്യങ്ങൾ നോക്കിയിരുന്നത് ഹൗസ് ഓഫ് ട്രേഡ് എന്നറിയപ്പെടുന്ന ഒരു ശക്തമായ സമിതിയായിരുന്നു. അതിൻ്റെ തലപ്പത്തിരിക്കുന്നതാവട്ടെ ബിഷപ്പ് ഫോൺസെക്ക എന്ന അതിശക്തനായ ഒരാളും. ഈ ബിഷപ്പിന് തുടക്കം മുതലേ മഗല്ലനെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. ഒരു പോർച്ചുഗീസുകാരൻ വന്ന് സ്പെയിനിൻ്റെ പണം കൊണ്ട് യാത്ര നടത്തുന്നതിലും വലിയൊരു അപമാനം അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ യാത്ര എങ്ങനെയും മുടക്കാനായി അയാൾ പിന്നണിയിൽ കരുക്കൾ നീക്കാൻ തുടങ്ങി. ആദ്യത്തെ പ്രശ്നം കപ്പലുകൾ തന്നെയായിരുന്നു. രാജാവ് പണം അനുവദിച്ചെങ്കിലും കിട്ടിയ പണത്തിന് വാങ്ങാൻ പറ്റിയത് 5 പഴയ ദ്രവിച്ചു തുടങ്ങിയ കപ്പലുകളായിരുന്നു. ട്രിനിഡാഡ്, സാൻ അന്റോണിയോ, കോൺസെപ്സിയോൺ, വിക്ടോറിയ, സാന്റിയാഗോ എന്നിങ്ങനെയായിരുന്നു അവയുടെ പേരുകൾ. ഇതിൽ വിക്ടോറിയ എന്ന കപ്പലാണ് പിന്നീട് ചരിത്രത്തിലിടം നേടാൻ പോകുന്നത്. സെവില്ലിലെ തുറമുഖത്ത് ഈ കപ്പലുകൾ കൊണ്ടുവന്നിട്ടപ്പോൾ അത് കണ്ട പല നാവികരും ചിരിച്ചു. ഇവ എങ്ങനെ അറ്റ്ലാന്റിക് സമുദ്രം കടക്കാനാണ്? മാസങ്ങളോളം നീണ്ടുനിന്ന അറ്റകുറ്റപ്പണികൾ തുടങ്ങി. പഴയ പലകകൾ മാറ്റി പുതിയത് വെച്ചു. ചോർച്ചയടക്കാൻ പശയും ടാറും തേച്ചു പിടിപ്പിച്ചു. തുറമുഖം മുഴുവൻ മരപ്പണിക്കാരുടെയും കൊല്ലന്മാരുടെയും ബഹളമായിരുന്നു. ചുറ്റികയുടെ ശബ്ദവും ഉരുകിയ ടാറിൻ്റെ രൂക്ഷഗന്ധവും തൊഴിലാളികളുടെ അട്ടഹാസങ്ങളും കൊണ്ട് ആ പ്രദേശം മുഖരിതമായി. അതിനിടയിൽ ബിഷപ്പ് ഫോൺസെക്ക തൻ്റെ ആദ്യത്തെ കളി കളിച്ചു. യാത്രയുടെ പൂർണ്ണ അധികാരം മഗല്ലന് നൽകുന്നത് അപകടമാണെന്ന് അയാൾ രാജാവിനോട് വാദിച്ചു. ഒരു പോർച്ചുഗീസുകാരനെ പൂർണ്ണമായി വിശ്വസിക്കരുതെന്നും അയാളെ നിയന്ത്രിക്കാൻ സ്പെയിൻകാരായ ഉദ്യോഗസ്ഥർ വേണമെന്നും അയാൾ ശഠിച്ചു. അതിൻ്റെ ഫലമായി ജുവാൻ ഡി കാർത്തഹേന എന്ന സ്പെയിൻകാരനായ ഒരു പ്രഭുവിനെ യാത്രയുടെ ഇൻസ്പെക്ടർ ജനറലായി നിയമിച്ചു. പേരിനൊരു ഇൻസ്പെക്ടർ ആണെങ്കിലും മഗല്ലൻ്റെ ഓരോ നീക്കത്തെയും ചോദ്യം ചെയ്യാനും ആവശ്യമെങ്കിൽ തിരുത്താനും അയാൾക്ക് അധികാരമുണ്ടായിരുന്നു. ഇത് മഗല്ലന് കിട്ടിയ ആദ്യത്തെ പ്രഹരമായിരുന്നു. താൻ ക്യാപ്റ്റനായ കപ്പലിൽ തനിക്കു മുകളിൽ വേറൊരാൾ. പോരാത്തതിനെ ബാക്കി 4 കപ്പലുകളിലെയും ക്യാപ്റ്റന്മാരായി നിയമിച്ചതും സ്പെയിൻകാരായ പ്രഭുക്കന്മാരെയായിരുന്നു. ലൂയിസ് ഡി മെൻഡോസ, ഗാസ്പർ ഡി ക്വെസാഡ എന്നിവരൊക്കെ അതിലുണ്ടായിരുന്നു. ഇവരാരും സാധാരണ നാവികരല്ല, മറിച്ച് സ്പെയിനിലെ രാജാവുമായി അടുത്ത ബന്ധമുള്ള പ്രഭുകുമാരന്മാരാണ്. അവർക്കാർക്കും ഒരു സാധാരണക്കാരനായ, അതും ഒരു പോർച്ചുഗീസുകാരനായ മഗല്ലൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നത് ചിന്തിക്കാൻ പോലും ഇഷ്ടമായിരുന്നില്ല. തുടക്കം മുതലേ അവർ മഗല്ലനെ പുച്ഛത്തോടെയാണ് കണ്ടത്. അടുത്ത വെല്ലുവിളി ആവശ്യത്തിന് നാവികരെ കണ്ടെത്തുക എന്നതായിരുന്നു. പോകുന്ന വഴി എങ്ങോട്ടാണെന്നോ എത്രനാൾ യാത്ര ചെയ്യേണ്ടി വരുമെന്നോ ആർക്കും ഒരു നിശ്ചയവുമില്ല. തിരിച്ചു വരുമെന്നൊരു ഉറപ്പുമില്ലാത്ത ഈ യാത്രയ്ക്ക് വരാൻ സ്പെയിൻകാരായ നാവികർക്കൊന്നും വലിയ താൽപ്പര്യമുണ്ടായിരുന്നില്ല. പലരും മുഖം തിരിച്ചു. അവസാനം ഗതികെട്ട് യൂറോപ്പിലെ പല രാജ്യങ്ങളിൽ നിന്നും ആളുകളെ എടുക്കാൻ തുടങ്ങി. പോർച്ചുഗൽ, ഇറ്റലി, ഗ്രീസ്, ഫ്രാൻസ്, ജർമ്മനി, എന്തിന് ഇംഗ്ലണ്ടിൽ നിന്ന് പോലും ആളുകൾ വന്നു. അവരിൽ പലരും ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വന്നവരായിരുന്നു. മറ്റു ചിലർ തങ്ങളുടെ നാട്ടിൽ ചെയ്ത കുറ്റകൃത്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വന്നവരും. അങ്ങനെ ഏതാണ്ട് 270ഓളം വരുന്ന ഒരു അവിയൽ സംഘം രൂപപ്പെട്ടു. പല ഭാഷകൾ സംസാരിക്കുന്ന, പല സംസ്കാരങ്ങളിൽ നിന്ന് വരുന്ന, പരസ്പരം ഒരു വിശ്വാസവുമില്ലാത്തൊരു കൂട്ടം മനുഷ്യർ. ഇവരെയും കൊണ്ടാണ് മഗല്ലൻ ലോകം ചുറ്റാൻ പോകുന്നത്. ഈ ആൾക്കൂട്ടത്തിനിടയിൽ തികച്ചും വ്യത്യസ്തനായ ഒരാളുണ്ടായിരുന്നു. അന്റോണിയ പിഗഫെറ്റ എന്ന വെനീസുകാരനായ ഒരു പണ്ഡിതൻ. ലോകം കാണാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും വേണ്ടി മാത്രം സ്വന്തം ഇഷ്ടപ്രകാരം യാത്രയ്ക്ക് വന്നതായിരുന്നു അദ്ദേഹം. ഈ യാത്രയുടെ ഓരോ നിമിഷവും രേഖപ്പെടുത്തി വെച്ചത് പിഗഫെറ്റയുടെ ഡയറി കുറിപ്പുകളാണ്. അതുകൊണ്ടാണ്
ഈ യാത്രയെക്കുറിച്ച് ഇത്രയധികം വിവരങ്ങൾ ഇന്ന് നമുക്കറിയാവുന്നത്? കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പുരോഗമിക്കുമ്പോൾ പോർച്ചുഗലിൽ മാനുവൽ രാജാവ് വെറുതെ ഇരിക്കുകയായിരുന്നില്ല. തൻ്റെ രാജ്യത്തെ ഒരു സാധാരണക്കാരൻ ശത്രുരാജ്യത്തിൻ്റെ സഹായത്തോടെ ഇങ്ങനെ ഒരു യാത്രയ്ക്ക് കോപ്പുകൂട്ടുന്നു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യവും അപമാനവും സഹിക്കാനായില്ല. മഗല്ലൻ്റെ യാത്ര എന്തു വില കൊടുത്തും തടയണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. സ്പെയിനിലെ പോർച്ചുഗീസ് അംബാസഡർ വഴി അദ്ദേഹം പലതവണ ഈ യാത്ര നിർത്തിവെക്കാൻ സമ്മർദ്ദം ചെലുത്തി. അതൊന്നും നടക്കില്ലെന്ന് കണ്ടപ്പോൾ അടുത്ത അടവ് പുറത്തെടുത്തു: ചാരന്മാരെ അയക്കുക. പോർച്ചുഗീസ് ചാരന്മാർ സെവില്ലിലെ തുറമുഖത്ത് കറങ്ങി നടക്കാൻ തുടങ്ങി. തൊഴിലാളികൾക്കിടയിൽ നുണകൾ പ്രചരിപ്പിച്ചു, സാധനങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിച്ചു, കപ്പലുകൾക്ക് ചെറിയ കേടുപാടുകൾ വരുത്താൻ നോക്കി. ഒരു ദിവസം രാത്രി കപ്പലിൽ സൂക്ഷിച്ചിരുന്ന സാധനങ്ങൾക്ക് തീയിടാൻ പോലും ഒരു ശ്രമം നടന്നു. ഭാഗ്യവശാൽ നാവികർ അത് പെട്ടെന്ന് കണ്ടതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി. ഇതിനെല്ലാം പുറമെയാണ് യാത്രയ്ക്കാവശ്യമായ സാധനങ്ങൾ ശേഖരിക്കുന്നതിലുള്ള തലവേദന. എത്ര കാലത്തേക്കുള്ള ഭക്ഷണം കരുതണം? 2 വർഷത്തേക്കോ അതോ 3 വർഷത്തേക്കോ? ആർക്കും ഒരു രൂപവുമില്ല. ഒടുവിൽ 2 വർഷത്തേക്ക് വേണ്ട സാധനങ്ങൾ കപ്പലിൽ കയറ്റാൻ തീരുമാനിച്ചു. ഉപ്പിലിട്ട പന്നിയിറച്ചിയുടെയും മീനിൻ്റെയും ആയിരക്കണക്കിന് വീപ്പകൾ, മാസങ്ങളോളം കേടുകൂടാതിരിക്കാൻ വേണ്ടി കല്ലുപോലെയാക്കിയ ബിസ്ക്കറ്റുകൾ, ചീസ്, ഉണക്കപ്പയർ, ഉള്ളി, വിനാഗിരി, പിന്നെ വെള്ളത്തിന് പകരം കുടിക്കാൻ വീഞ്ഞ്. കാരണം സാധാരണ വെള്ളം കപ്പലിലിരുന്ന് പെട്ടെന്ന് ചീത്തയാകും, വീഞ്ഞാണെങ്കിൽ കുറച്ചുകാലം കൂടി നിന്നേക്കും. ഇതുകൂടാതെ യാത്രാമധ്യേ നാട്ടുകാരുമായി കൈമാറ്റം ചെയ്യാനുള്ള സാധനങ്ങളും കരുതി. കുറഞ്ഞ വിലയുള്ള കണ്ണാടികൾ, ചീപ്പുകൾ, കത്രികകൾ, നിറമുള്ള തൊപ്പികൾ, ചെറിയ മണികൾ. യൂറോപ്പിൽ ഒരു വിലയുമില്ലാത്ത ഈ സാധനങ്ങൾ കൊടുത്ത് അപ്പുറത്തുനിന്ന് സ്വർണവും സുഗന്ധവ്യഞ്ജനങ്ങളും വാങ്ങാമെന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. ഈ ഒരുക്കങ്ങൾക്കിടയിലാണ് അടുത്തൊരു അപ്രതീക്ഷിത സംഭവം നടക്കുന്നത്. മഗല്ലൻ്റെ പങ്കാളിയായിരുന്ന ജ്യോതിശാസ്ത്രജ്ഞൻ റൂയി ഫലീറോ യാത്രയിൽ നിന്ന് പിന്മാറുന്നു. യാത്ര തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അദ്ദേഹത്തിന് മാനസിക നില തെറ്റിയതുപോലെയായി. രാത്രിയിൽ ഉറക്കം നിലവിളിക്കുക, താൻ രാജാവാണെന്ന് പറയുക, ഭൂപടങ്ങൾ കീറിയെറിയുക. ഒടുവിൽ അദ്ദേഹത്തെ ഈ യാത്രയ്ക്ക് കൊണ്ടുപോകുന്നത് അപകടമാണെന്ന് എല്ലാവരും തീരുമാനിച്ചു. അതോടെ മഗല്ലൻ ഒറ്റയ്ക്കായി. യാത്രയുടെ മുഴുവൻ ഭാരവും അയാളുടെ തലയിലായി. അങ്ങനെ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി 1519 ഓഗസ്റ്റ് 10 സെവില്ലയിലെ തുറമുഖത്ത് നിന്നും ആ 5 കപ്പലുകൾ യാത്രയാരംഭിച്ചു. നഗരം മുഴുവൻ അവരെ യാത്രയാക്കാൻ നദീതീരത്ത് തടിച്ചുകൂടിയിരുന്നു. ബന്ധുക്കളെ പിരിയുന്നതിൻ്റെ വേദനയിൽ പല നാവികരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്നാൽ മഗല്ലൻ്റെ മുഖത്ത് ഭാവവ്യത്യാസമൊന്നുമുണ്ടായിരുന്നില്ല. അയാളുടെ കപ്പലായ ട്രിനിഡാഡിൽ നിന്നുകൊണ്ട് അയാൾ ആ ആൾക്കൂട്ടത്തെ നോക്കി. അവരുടെ കൂട്ടത്തിൽ കോൺസെപ്ഷിയോൺ എന്ന കപ്പലിൻ്റെ അമരക്കാരനായി ഒരു സാധാരണ സ്പാനിഷ് നാവികനുമുണ്ടായിരുന്നു. പേര് ജുവാൻ സെബാസ്റ്റ്യൻ എൽക്കാനോ. അന്ന് ആരും ശ്രദ്ധിക്കാത്ത ആ മനുഷ്യനാണ് ഈ യാത്രയുടെ ചരിത്രം പൂർത്തിയാക്കാൻ പോകുന്നതെന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. 5 കപ്പലുകളും ഒരു പറ്റം സംശയങ്ങളും അതിലേറെ ശത്രുതയുമായി അവർ അറ്റ്ലാന്റിക് സമുദ്രം ലക്ഷ്യമാക്കി പതിയെ നീങ്ങി തുടങ്ങി. സെവില്ലിൽ നിന്ന് യാത്ര തുടങ്ങി ഏകദേശം 1 മാസത്തോളം അവർ യൂറോപ്പിൻ്റെ തീരം വിട്ടില്ല. ആദ്യം താഴെ സ്പെയിനിൻ്റെ തന്നെ ഭാഗമായ കാനറി ദ്വീപുകളിലേക്കാണ് അവർ പോയത്. അവിടെ നിന്ന് കുറച്ചുകൂടി സാധനങ്ങളും വെള്ളവും നിറച്ചു. ഈ സമയമത്രയും 5 കപ്പലുകളും ഒരുമിച്ച് ഒരേ വേഗതയിൽ സഞ്ചരിക്കുകയായിരുന്നു. രാത്രികാലങ്ങളിൽ ഓരോ കപ്പലിലും സ്ഥാപിച്ചിട്ടുള്ള റാന്തൽ വിളക്കിൻ്റെ വെളിച്ചം നോക്കിയാണ് അവർ പരസ്പരം അകന്നു പോകാതെ യാത്ര ചെയ്തിരുന്നത്. കപ്പലുകളുടെ ഈ കൂട്ടം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നെങ്കിലും ഉള്ളിലെ അവസ്ഥ അത്ര സുഖകരമായിരുന്നില്ല. തുടക്കത്തിലുണ്ടായിരുന്ന ആവേശമെല്ലാം പതിയെ കെട്ടുതുടങ്ങിയിരുന്നു. മുന്നോട്ടു പോകുന്തോറും കടൽ മാത്രം. എങ്ങോട്ട് തിരിഞ്ഞാലും പച്ചയും നീലയും കലർന്ന വെള്ളം. കര കാണാനില്ല, മറ്റു കപ്പലുകളില്ല. ദിവസങ്ങൾ ആഴ്ചകളായി മാറി. നാവികരുടെ ജോലി എല്ലാ ദിവസവും ഒന്നുതന്നെയായിരുന്നു: പായ വലിച്ചു കെട്ടുക, കയറുകൾ മുറുക്കുക, കപ്പലിൻ്റെ ഡെക്ക് വെള്ളമൊഴിച്ചു കഴുകുക. ബാക്കിയുള്ള സമയം ചീട്ടുകളിച്ചോ പരസ്പരം തമാശകൾ പറഞ്ഞോ അല്ലെങ്കിൽ വെറുതെ കടലിലേക്ക് നോക്കിയിരുന്നോ അവർ തള്ളി നീക്കി. ഇതിനിടയിലാണ് മഗല്ലൻ്റെ സ്വഭാവത്തിലെ ആദ്യത്തെ പ്രശ്നങ്ങൾ മറ്റു ക്യാപ്റ്റന്മാർക്ക് ശരിക്കും മനസ്സിലായി തുടങ്ങുന്നത്. മഗല്ലൻ ആരോടും ഒന്നും സംസാരിക്കുന്നില്ല. യാത്രയുടെ അടുത്ത ഘട്ടം എന്താണ്, ഏതു വഴിയാണ് പോകുന്നത്, എവിടെയാണ് നിർത്താൻ ഉദ്ദേശിക്കുന്നത്, ഒരൊറ്റ കാര്യവും അയാൾ മറ്റുള്ളവരുമായി ചർച്ച ചെയ്യുന്നില്ല. എല്ലാ ദിവസവും വൈകുന്നേരം മറ്റു 4 കപ്പലുകളിലെ ക്യാപ്റ്റന്മാരും മഗല്ലൻ്റെ കപ്പലായ
ട്രിനിഡാഡിൻ്റെ അടുത്തേക്ക് തങ്ങളുടെ ചെറിയ ബോട്ടുകളിൽ വന്ന് റിപ്പോർട്ട് ചെയ്യണമെന്നൊരു നിയമമുണ്ട്. എന്നാൽ ആ സമയത്ത് പോലും അടുത്ത ദിവസത്തെ പദ്ധതികളെക്കുറിച്ച് ചോദിച്ചാൽ മഗല്ലൻ ഒഴിഞ്ഞുമാറും. എന്നെ പിന്തുടരുക, അതുമാത്രം ചെയ്താൽ മതി എന്നായിരുന്നു അയാളുടെ സ്ഥിരം മറുപടി. ഈ രഹസ്യ സ്വഭാവം സ്പാനിഷ് ക്യാപ്റ്റന്മാരെ വല്ലാതെ ചൊടിപ്പിച്ചു, പ്രത്യേകിച്ചും യാത്രയുടെ ഇൻസ്പെക്ടർ ജനറലായ ജുവാൻ ഡി കാർത്തഹേനയെ. താൻ രാജാവിൻ്റെ നേരിട്ടുള്ള പ്രതിനിധിയാണ്, എന്നിട്ടും ഈ പോർച്ചുഗീസുകാരൻ തന്നെ ഒരു വിലയും കൽപ്പിക്കുന്നില്ലല്ലോ എന്നയാൾക്ക് തോന്നി തുടങ്ങി. തങ്ങളെല്ലാവരും വെറും കൂലിക്കാർ മാത്രമാണോ, അതോ മനഃപൂർവ്വം എന്തോ അപകടത്തിലേക്ക് കൊണ്ടുപോകുകയാണോ ഇയാൾ? സംശയങ്ങൾ പതിയെ വളർന്ന് അതൊരു ഗൂഢാലോചനയുടെ രൂപത്തിലേക്ക് മാറാൻ അധികം സമയം വേണ്ടി വന്നില്ല. കാർത്തഹേന, മെൻഡോസ, കൊസാദ എന്നീ 3 ക്യാപ്റ്റന്മാർ തങ്ങളുടെ കപ്പലുകളിൽ വെച്ച് രഹസ്യമായി ചർച്ചകൾ തുടങ്ങി. മഗല്ലൻ്റെ ഈ ഏകാധിപത്യം അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ലെന്ന് അവർ തീരുമാനിച്ചു. പ്രശ്നം വഷളായത് കാനറി ദ്വീപുകളിൽ നിന്നും യാത്ര പുനരാരംഭിച്ചപ്പോഴാണ്. സാധാരണഗതിയിൽ തെക്കേ അമേരിക്കയിലേക്ക് പോകുന്ന കപ്പലുകൾ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ നടുവിലൂടെയാണ് പോകാറ്. എന്നാൽ മഗല്ലൻ തിരഞ്ഞെടുത്തത് ആഫ്രിക്കയുടെ തീരത്തോട് ചേർന്നുള്ള ഒരു വഴിയായിരുന്നു. ഇത് വളരെ അപകടം പിടിച്ചൊരു തീരുമാനമായിരുന്നു. കാരണം ആ വഴി പോർച്ചുഗീസുകാരുടെ നിയന്ത്രണത്തിലുള്ളതാണ്. എപ്പോൾ വേണമെങ്കിലും അവരുടെ യുദ്ധക്കപ്പലുകൾ വന്ന് ആക്രമിക്കാം. ഇതറിഞ്ഞപ്പോൾ മറ്റു ക്യാപ്റ്റന്മാർ ശരിക്കും പേടിച്ചു. എന്തിനാണ് വെറുതെ ഈ റിസ്ക് എടുക്കുന്നത്? അവർ മഗല്ലനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു. കാറ്റിൻ്റെ ഗതി അനുകൂലമായതുകൊണ്ടാണ് ഈ വഴി തിരഞ്ഞെടുത്തതെന്നായിരുന്നു മഗല്ലൻ്റെ വിശദീകരണം. അത് ശരിയായിരുന്നെങ്കിലും അയാളത് പറഞ്ഞ രീതിയിലുണ്ടായിരുന്ന ധിക്കാരം ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ആഫ്രിക്കൻ തീരത്തുകൂടി അവർ യാത്ര തുടർന്നു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കാറ്റ് അനുകൂലമായില്ല. എന്നു മാത്രമല്ല, അന്തരീക്ഷം വല്ലാതെ ശാന്തമായി. കാറ്റില്ലാത്തതുകൊണ്ട് കപ്പലുകൾ കടലിൽ ഒരേയിടത്തു നിന്നുപോയി. ചുട്ടുപൊള്ളുന്ന വെയിലും അനക്കമില്ലാത്ത കടലും. നാവികർ നിരാശരായി. കപ്പലിൽ കരുതിയിരുന്ന വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു തുടങ്ങി. ഭക്ഷണ സാധനങ്ങൾക്ക് ഒരു തരം പഴകിയ മണം വന്നു തുടങ്ങി. ഈ സമയത്താണ് കാർത്തഹേനയുടെ സഹനശക്തി പൂർണ്ണമായും നശിച്ചത്. ഒരു ദിവസം വൈകുന്നേരം എല്ലാവരും കേൾക്കെ അയാൾ തൻ്റെ ബോട്ടിലിരുന്നു കൊണ്ട് മഗല്ലനോട് അലറി ചോദിച്ചു, ഒരു പോർച്ചുഗീസുകാരനായ താങ്കൾ ഞങ്ങളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? സ്പെയിനിലെ രാജാവിൻ്റെ കപ്പലുകളെ നശിപ്പിക്കാനാണോ താങ്കളുടെ ഉദ്ദേശം? ഇത് ഒരു നേർക്കുനേരെയുള്ള വെല്ലുവിളിയായിരുന്നു. മഗല്ലൻ ഒരു നിമിഷം നിശബ്ദനായി. അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. പിന്നീട് വളരെ ശാന്തമായി, എന്നാൽ അധികാരത്തിൻ്റെ സ്വരത്തിൽ അയാൾ പറഞ്ഞു, ക്യാപ്റ്റൻ കാർത്താഹേന, നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി തരാൻ എനിക്കിപ്പോൾ സമയമില്ല. നിങ്ങൾ എൻ്റെ കപ്പലിലേക്ക് വരിക, നമുക്ക് സംസാരിക്കാം. ഇതൊരു കെണിയായിരുന്നു. മഗല്ലൻ്റെ കപ്പലിലേക്ക് ചെന്നാൽ താൻ ഒറ്റപ്പെടുമെന്ന് കാർത്താഹേനയ്ക്ക് അറിയാമായിരുന്നു. അയാൾ വരാൻ വിസമ്മതിച്ചു. അതോടുകൂടി മഗല്ലൻ്റെ ക്ഷമ നശിച്ചു. അയാൾ തൻ്റെ വിശ്വസ്തരായ കുറച്ച് നാവികരോട് കാർത്താഹേനയെ ബലമായി പിടിച്ചുകൊണ്ടുവരാൻ ആജ്ഞാപിച്ചു. ആ നിമിഷം വരെ മഗല്ലൻ ഒരു സാധാരണ ക്യാപ്റ്റൻ മാത്രമായിരുന്നു. എന്നാൽ ആ ഒരൊറ്റ തീരുമാനത്തിലൂടെ ആ യാത്രയുടെ അനിഷേധ്യ നേതാവ് താൻ മാത്രമാണെന്ന് അയാൾ പ്രഖ്യാപിക്കുകയായിരുന്നു. കാർത്താഹേനയുടെ ബോട്ടിലേക്ക് മഗല്ലൻ്റെ ആളുകൾ ചാടിക്കയറി. ഒരു ചെറിയ ബലപ്രയോഗം നടന്നെങ്കിലും പ്രഭുവായ കാർത്താഹേനയ്ക്ക് സാധാരണക്കാരായ നാവികരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. അവർ അയാളെ പിടിച്ച് മഗല്ലൻ്റെ കപ്പലിലേക്ക് കൊണ്ടുവന്നു. മറ്റു കപ്പലുകളിലെ ക്യാപ്റ്റന്മാർ ഞെട്ടലോടെ ഈ രംഗം നോക്കി നിന്നു. സ്പെയിനിലെ രാജാവ് നേരിട്ട് നിയമിച്ച ഒരാളെയാണ് ഈ പോർച്ചുഗീസുകാരൻ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്ന് അവർക്ക് ഊഹിക്കാൻ പോലും കഴിഞ്ഞില്ല. മഗല്ലൻ കാർത്താഹേനയെ വിചാരണ ചെയ്തു. കലാപത്തിന് ശ്രമിച്ചു എന്നതായിരുന്നു കുറ്റം. വധശിക്ഷ വരെ നൽകാവുന്ന കുറ്റമാണത്. എന്നാൽ ഒരു സ്പാനിഷ് പ്രഭുവിനെ കൊല്ലുന്നത് തൻ്റെ യാത്രയുടെ അവസാനമായിരിക്കുമെന്ന് മഗല്ലന് നന്നായി അറിയാമായിരുന്നു. അയാൾ ബുദ്ധിപൂർവം മറ്റൊരു ശിക്ഷ വിധിച്ചു. കാർത്താഹേനയെ ക്യാപ്റ്റൻ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്തു. എന്നിട്ട് അയാളെ തനിക്ക് അത്ര ഇഷ്ടമല്ലാത്ത, എന്നാൽ തന്നോട് കൂറു പുലർത്തുമെന്ന് തോന്നിയ ക്യാപ്റ്റൻ മെൻഡോസയുടെ കപ്പലിൽ ഒരു തടവുകാരനായി പാർപ്പിക്കാൻ ഏൽപ്പിച്ചു. കാർത്താഹേനയുടെ കപ്പലായ സാൻ ആന്റോണിയോയുടെ ചുമതല മഗല്ലൻ തൻ്റെ ബന്ധുവായ അൽവാറോ ഡി മെസ്ക്വിറ്റയ്ക്ക് നൽകി. ഈ ഒരൊറ്റ സംഭവത്തോടെ ആ യാത്രയിലെ യഥാർത്ഥ അധികാരി താനാണെന്ന് മഗല്ലൻ തർക്കമില്ലാതെ തെളിയിച്ചു. മറ്റു സ്പാനിഷ് ക്യാപ്റ്റന്മാർ നിശബ്ദരായി.
തൽക്കാലത്തേക്ക് അവർ മഗല്ലനെ അനുസരിക്കാൻ തീരുമാനിച്ചു. എന്നാൽ അവരുടെ ഉള്ളിലെ പക ഇരട്ടിക്കുകയാണ് ചെയ്തത്. ഈ അപമാനത്തിന് എപ്പോഴെങ്കിലും തിരിച്ചടി നൽകണമെന്ന് അവർ മനസ്സിൽ ഉറപ്പിച്ചു. അധികം വൈകാതെ കാറ്റ് വീണ്ടും വീശിത്തുടങ്ങി. കപ്പലുകൾ മുന്നോട്ട് നീങ്ങി. ദിവസങ്ങൾക്ക് ശേഷം അവർ എക്വേറ്റർ, അതായത് ഭൂമധ്യരേഖ കടന്നു. ആദ്യമായി ഭൂമധ്യരേഖ കടക്കുന്ന നാവികരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ആഘോഷമായിരുന്നു. വിചിത്രമായ വേഷങ്ങൾ ധരിച്ച് കടലിൻ്റെ ദേവനായ നെപ്റ്റ്യൂണിൻ്റെ പേരിൽ അവർ ചെറിയ ചടങ്ങുകൾ നടത്തി. കപ്പലിൽ സൂക്ഷിച്ചിരുന്ന വീഞ്ഞിൻ്റെ വീപ്പുകൾ തുറന്നു. മാസങ്ങൾക്ക് ശേഷം ആദ്യമായി ആ കപ്പലുകളിൽ ഒരു സന്തോഷത്തിൻ്റെ അന്തരീക്ഷം നിറഞ്ഞു. എന്നാൽ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. തെക്കോട്ട് പോകുന്തോറും കാലാവസ്ഥ മാറിമറഞ്ഞു. ശാന്തമായ കടൽ ഭീമാകാരമായ തിരമാലകൾക്ക് വഴിമാറി. ആകാശത്ത് കറുത്ത മേഘങ്ങൾ ഉരുണ്ടുകൂടി. ഇടിമിന്നലിൻ്റെ വെളിച്ചത്തിൽ പർവ്വത സമാനമായ തിരമാലകൾ കപ്പലുകളെ വിഴുങ്ങാനായി വരുന്നതവർ കണ്ടു. ആ പഴയ ദ്രവിച്ച കപ്പലുകൾ ആടിയുലഞ്ഞു. എപ്പോൾ വേണമെങ്കിലും തകർന്നു പോകുമെന്ന് തോന്നിപ്പോയി. 3 ആഴ്ചയോളം നീണ്ടുനിന്ന ആ കൊടുങ്കാട്ടിൽ പല നാവികർക്കും തങ്ങളുടെ ജീവൻ തിരികെ കിട്ടില്ലെന്ന് ഉറപ്പായിരുന്നു. അവർ പ്രാർത്ഥനയോടെ രാവും പകലും തള്ളി നീക്കി. ഒടുവിൽ കൊടുങ്കാറ്റ് ശമിച്ച. ക്ഷീണിച്ച അവശരായ അവർ ഒരു ദിവസം ദൂരെ കരയുടെ അവ്യക്തമായ രൂപം കണ്ടു. അത് ബ്രസീലിൻ്റെ തീരമായിരുന്നു. ഏകദേശം 3 മാസത്തെ നീണ്ടതും ദുരിതപൂർണവുമായ യാത്രയ്ക്ക് ശേഷം അവർ കര കാണുകയാണ്. കപ്പലുകളിൽ ശുദ്ധജലം ഏകദേശം തീർന്നിരുന്നു. ഭക്ഷണസാധനങ്ങളിൽ പുഴുക്കൾ അരിച്ചു തുടങ്ങിയിരുന്നു. ഒരിടത്താവളം അത്യാവശ്യമായിരുന്നു. ഡിസംബർ മാസത്തിലെ ഒരു പ്രഭാതത്തിൽ ഇന്നത്തെ റിയോ ഡി ജനീറോയുടെ അടുത്തുള്ള ഉൾക്കടലിൽ ആ 5 കപ്പലുകൾ നങ്കൂരമിട്ടു. പുതിയൊരു ലോകം, പുതിയ മനുഷ്യർ, പുതിയ പ്രതീക്ഷകൾ. അറ്റ്ലാന്റിക് സമുദ്രം അവരെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചിരുന്നു. എന്നാൽ യഥാർത്ഥ പരീക്ഷണങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂവെന്ന് അവരിൽ ആരും അറിഞ്ഞിരുന്നില്ല. ബ്രസീലിലെ ആ പ്രശാന്തസുന്ദരമായ ഉൾക്കടലിൽ കഴിഞ്ഞുകൂടിയ 2 ആഴ്ചക്കാലം ആ നാവികരുടെ ജീവിതത്തിലെ ഒരു സ്വർഗമായിരുന്നു. മാസങ്ങൾക്ക് ശേഷം കരയിൽ കാലുകുത്താൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം, ശുദ്ധമായ പഴങ്ങളും വെള്ളവും യഥേഷ്ടം കഴിക്കാൻ കിട്ടിയതിൻ്റെ ആശ്വാസം, അവിടുത്തെ തദ്ദേശവാസികളായ ഗ്വാരാനി ജനത അവരെ അത്ഭുതത്തോടെയാണ് വരവേറ്റത്. യൂറോപ്പിൽ നിന്നുള്ള വിചിത്ര ജീവികളെപ്പോലെ അവർ നാവികരെ നോക്കി നിന്നു. നാവികരുടെ കൈവശമുണ്ടായിരുന്ന ചീപ്പുകളും കണ്ണാടികളും ചെറിയ മണികളും കൊടുത്തപ്പോൾ പകരം അവർ തത്തകളെയും മധുരക്കിഴങ്ങുകളെയുമൊക്കെ നൽകി. ഭാഷയറിയില്ലെങ്കിലും ആംഗ്യങ്ങളിലൂടെ അവർ പരസ്പരം സംസാരിച്ചു. എന്നാൽ ഈ സൗഹൃദം അധികകാലം നീണ്ടുനിന്നില്ല. മഗല്ലന്റെ നിയമങ്ങൾ വളരെ കർശനമായിരുന്നു. നാട്ടുകാരുമായി, പ്രത്യേകിച്ച് അവരുടെ സ്ത്രീകളുമായി യാതൊരു വിധത്തിലുള്ള അടുത്ത ബന്ധവും പാടില്ലെന്ന് അയാൾ കപ്പലിലുള്ളവർക്ക് കർശനമായ മുന്നറിയിപ്പ് നൽകി. കാരണം ഇത് പോർച്ചുഗീസിന്റെ അധീനതയിലുള്ള പ്രദേശമാണെന്ന് അയാൾക്കറിയാമായിരുന്നു. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പോർച്ചുഗീസ് പട്ടാളം എപ്പോൾ വേണമെങ്കിലും എത്താം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടം വിടാനായിരുന്നു അയാളുടെ തീരുമാനം. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ശേഷം 1520ന്റെ തുടക്കത്തിൽ അവർ വീണ്ടും യാത്ര തുടർന്നു. തെക്കോട്ട്, എപ്പോഴും തെക്കോട്ട്. അമേരിക്കൻ വൻകരയുടെ തീരം ചേർന്ന് ഒരു വഴി കണ്ടെത്താനുള്ള ശ്രമം. ഓരോ ഉൾക്കടൽ കാണുമ്പോഴും, ഓരോ നദിമുഖം കാണുമ്പോഴും അത് പസഫിക് സമുദ്രത്തിലേക്കുള്ള വഴിയാണെന്ന് അവർ പ്രതീക്ഷിക്കും. കപ്പലുകൾ അങ്ങോട്ട് ഓടിച്ചു കയറ്റിവിടും. കിലോമീറ്ററുകളോളം ഉള്ളിലേക്ക് പോയി കഴിയുമ്പോഴായിരിക്കും അതൊരു വഴിയല്ല, മറിച്ചൊരു നദി മാത്രമാണെന്ന് മനസ്സിലാവുക. നിരാശയോടെ അവർക്ക് തിരികെ വരേണ്ടി വരും. ഇങ്ങനെയുള്ള യാത്രയിൽ ഇന്നത്തെ അർജന്റീനയുടെ ഭാഗമായ റിയോ ഡി ലാ പ്ലാറ്റ എന്ന ഭീമാകാരമായ ഒരു നദിമുഖത്ത് അവരെത്തി. ഒറ്റ നോട്ടത്തിൽ അതൊരു കടലെടുക്ക് പോലെ തന്നെ തോന്നി. ഏകദേശം 290 കിലോമീറ്റർ വീതിയുള്ള ആ പ്രദേശം കണ്ട് മഗല്ലന്റെ കണ്ണുകൾ വിടർന്നു. ഒരു നിമിഷം താൻ തിരയുന്ന വഴി കണ്ടെത്തിയെന്ന് അയാൾ ഒരു നിമിഷം വിശ്വസിച്ചുപോയി. ഏറ്റവും ചെറിയ കപ്പലായ സാന്റിയാഗോയെ മുന്നോട്ടയച്ചു പരിശോധിക്കാൻ പറഞ്ഞു. ദിവസങ്ങളോളം ആ കപ്പൽ ഉള്ളിലേക്ക് സഞ്ചരിച്ചു. അവസാനം അവർ തിരിച്ചുവന്നത് നിരാശാജനകമായ വാർത്തയുമായിട്ടാണ്. മുന്നോട്ടു പോകുന്തോറും വെള്ളത്തിന്റെ ഉപ്പുരസം കുറഞ്ഞുവരുന്നു. അതൊരു കടലല്ല, ശുദ്ധജലമുള്ള ഒരു വലിയ നദി മാത്രമാണ്. ഈ തിരിച്ചടി സംഘത്തിന്റെ മനോവീര്യം ശരിക്കും തകർത്തു. മഗല്ലന്റെ കണക്കുകൂട്ടലുകൾ തെറ്റാണോ എന്ന് പലരും സംശയിച്ചു തുടങ്ങി. അയാൾ വാഗ്ദാനം ചെയ്ത ആ കടലെടുക്ക് ഒരുപക്ഷേ ഇല്ലാത്ത ഒന്നായിരിക്കാം. ഇതിനിടയിൽ കാലാവസ്ഥയും ഭീകരമായിക്കൊണ്ടിരുന്നു. തെക്കോട്ട് പോകുന്തോറും തണുപ്പ് അസഹനീയമായി. യൂറോപ്പിലെ ശൈത്യകാലം അവർക്ക് പരിചിതമായിരുന്നു. എന്നാൽ ഇത്രയും ഭീകരമായ തണുപ്പ് അവർ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. എല്ല് തുളച്ചു കയറുന്ന കാറ്റ്,
ആകാശം എപ്പോഴും ഇരുണ്ടു മൂടിക്കിടക്കുന്നു. തിരമാലകൾക്ക് ഒരുതരം കറുപ്പ് നിറം. കരയിലാണെങ്കിൽ മരങ്ങളോ ചെടികളോ കാണാനില്ല. വിജനമായ പാറക്കെട്ടുകൾ നിറഞ്ഞ തീരം മാത്രം. ഇടയ്ക്കിടെ കരയിൽ വിചിത്രരൂപികളായ പെൻഗുനുകളുടെയും കടൽ നായകളുടെയും കൂട്ടങ്ങളെ കാണാം. അവയെ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും ആ തണുപ്പിൽ കരയ്ക്കിറങ്ങുന്നതുപോലും അപകടമായിരുന്നു. മാർച്ച് മാസം അവസാനമായപ്പോഴേക്കും യാത്ര തുടരുന്നത് ആത്മഹത്യയ്ക്ക് തുല്യമാണെന്ന് മഗല്ലന് മനസ്സിലായി. ശൈത്യകാലം അതിൻ്റെ പാരമ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ കാലാവസ്ഥയിൽ യാത്ര ചെയ്താൽ കപ്പലുകൾ തകരും, ആളുകൾ തണുത്ത് മരവിച്ചു പോകും. അതുകൊണ്ട് ശൈത്യകാലം കഴിയുന്നതുവരെ എവിടെയെങ്കിലും തങ്ങാൻ അയാൾ തീരുമാനിച്ചു. അങ്ങനെ 1520 മാർച്ച് 31 സെന്റ് ജൂലിയൻ എന്ന് പേരിട്ട ഒരു സുരക്ഷിതമായ ഉൾക്കടലിൽ ആ 5 കപ്പലുകളും നങ്കൂരമിട്ടു. ആ തീരുമാനം ഒരു സ്ഫോടനത്തിനാണ് തിരികൊളുത്തിയത്. അടുത്ത 5 മാസക്കാലം ഈ വിജനമായ സ്ഥലത്ത് കൊടും തണുപ്പിൽ കഴിയുക എന്നോർത്തപ്പോൾ നാവികരുടെ നിയന്ത്രണം വിട്ടു. ഇനിയും മുന്നോട്ടു പോകുന്നത് വിഡ്ഢിതമാണ്, നമുക്ക് സ്പെയിനിലേക്ക് തിരിച്ചു പോകാമെന്ന് അവർ പരസ്യമായി മുറവിളി കൂട്ടാൻ തുടങ്ങി. ഈ അവസ്ഥ മുതലെടുക്കാൻ സ്പാനിഷ് ക്യാപ്റ്റന്മാർ തീരുമാനിച്ചു. ഇതാണ് ശരിയായ അവസരം. മഗല്ലനെതിരെ ഒരു കലാപം നടത്താൻ അവർ രഹസ്യമായി പദ്ധതിയിട്ടു. ഏപ്രിൽ 1-ാം തീയതി ഈസ്റ്റർ ദിനത്തിൽ മഗല്ലൻ എല്ലാ ക്യാപ്റ്റന്മാരെയും നാവികരെയും തൻ്റെ കപ്പലിൽ ഒരു വിരുന്നിനും പ്രാർത്ഥനയ്ക്കുമായി ക്ഷണിച്ചു. ഇതൊരു സാധാരണ നടപടിയായിരുന്നു. എന്നാൽ അന്ന് മഗല്ലന്റെ ക്ഷണം നിരസിച്ചുകൊണ്ട് ക്യാപ്റ്റൻ മെൻഡോസയും ക്വെസഡായും തങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശ്യം വെളിപ്പെടുത്തി. അവർ വിരുന്നിന് വന്നില്ല. ആ രാത്രി മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ഗൂഢാലോചനക്കാർ തങ്ങളുടെ പദ്ധതി നടപ്പിലാക്കി. ക്യാപ്റ്റൻ ക്വെസാദ 30ഓളം വിശ്വസ്തരായ പടയാളികളുമായി മുഖം മൂടി ധരിച്ച് ഇരുട്ടിൻ്റെ മറവിൽ സാൻ ആന്റോണിയോ എന്ന കപ്പലിലേക്ക് ഇരച്ചുകയറി. ആ കപ്പലിൻ്റെ ക്യാപ്റ്റൻ മഗല്ലന്റെ ബന്ധുവായ മെസ്ക്വിറ്റയായിരുന്നു. ഉറങ്ങിക്കിടക്കുകയായിരുന്ന മെസ്ക്വിറ്റയെ അവർ എളുപ്പത്തിൽ കീഴടക്കി ചങ്ങലക്കിട്ടു. കപ്പലിലെ നാവികരിൽ ചിലർ എതിർക്കാൻ ശ്രമിച്ചെങ്കിലും ആയുധധാരികളായ പട്ടാളക്കാരുടെ മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. അതോടെ സാൻ ആന്റോണിയോ എന്ന ഏറ്റവും വലിയ കപ്പൽ കലാപകാരികളുടെ നിയന്ത്രണത്തിലായി. അതോടൊപ്പം തന്നെ കോൺസെപ്ഷിയോൺ എന്ന കപ്പലിൻ്റെ നിയന്ത്രണം ക്വെസാദ ഏറ്റെടുത്തു. വിക്ടോറിയയുടെ ക്യാപ്റ്റനായ മെൻഡോസ തുടക്കം മുതലേ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു. അങ്ങനെ നേരം വെളുത്തപ്പോഴേക്കും 5-ൽ 3 കപ്പലുകളും മഗല്ലന്റെ നിയന്ത്രണത്തിൽ നിന്ന് നഷ്ടപ്പെട്ടിരുന്നു. മഗല്ലന്റെ കയ്യിൽ ശേഷിച്ചത് തൻ്റെ സ്വന്തം കപ്പലായ ട്രിനിഡാഡും ഏറ്റവും ചെറിയ കപ്പലായ സാന്റിയാഗോയും മാത്രം. കലാപകാരികൾ മഗല്ലന് ഒരു സന്ദേശമയച്ചു. തങ്ങൾ അദ്ദേഹത്തെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു. ഇനി യാത്രയുടെ നിയന്ത്രണം തങ്ങൾക്കായിരിക്കും. അവർ മുന്നോട്ടുവെച്ച വ്യവസ്ഥകൾ അംഗീകരിക്കുകയാണെങ്കിൽ മഗല്ലന് ജീവനോടെയിരിക്കാം. മഗല്ലൻ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഒരു വശത്ത് 3 ശക്തമായ കപ്പലുകളും സ്പാനിഷ് പ്രഭുക്കന്മാരും, മറുവശത്ത് താനും കുറച്ച് വിശ്വസ്തരായ നാവികരും 2 ദുർബലമായ കപ്പലുകളും. ഏതു നിമിഷവും ആ 3 കപ്പലുകൾക്കും ഒരുമിച്ച് തന്നെ ആക്രമിക്കാം. എന്നാൽ ആ നിമിഷത്തിൽ ഒരു പട്ടാളക്കാരൻ്റെ ക്രൂരമായ തന്ത്രമാണ് മഗല്ലന്റെ മനസ്സിൽ ഉദിച്ചത്. അയാൾ തോൽവി സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. അയാൾ കലാപകാരികളുമായി സംസാരിക്കാനെന്ന വ്യാജേന ഒരു ചെറിയ ബോട്ട് അവരുടെ അടുത്തേക്ക് അയച്ചു. ആ ബോട്ടിൽ തൻ്റെ വിശ്വസ്തനായ ഒരാളുടെ കയ്യിൽ മെൻഡോസയ്ക്കുള്ള ഒരു കത്തും കൊടുത്തുവിട്ടു. മെൻഡോസ കത്ത് വായിക്കാൻ വേണ്ടി ബോട്ടിലേക്ക് വന്നതക്കം നോക്കി ഒളിച്ചിരുന്ന മറ്റൊരു ബോട്ടിൽ മഗല്ലന്റെ കൊലയാളികൾ പാഞ്ഞെത്തി. മെൻഡോസ എന്തെങ്കിലും മനസ്സിലാക്കുന്നതിന് മുൻപ് അവരിലൊരാൾ അയാളുടെ കഴുത്തിൽ ആഴത്തിൽ കുത്തി. ആ ഒറ്റ നിമിഷത്തിൽ വിക്ടോറിയ എന്ന കപ്പലിൻ്റെ ക്യാപ്റ്റൻ കൊല്ലപ്പെട്ടു. കപ്പലിലുണ്ടായിരുന്ന നാവികർ സ്തബ്ധരായിപ്പോയി. ഈ അവസരം മുതലെടുത്ത് മഗല്ലന്റെ ആളുകൾ വിക്ടോറിയയുടെ നിയന്ത്രണം പിടിച്ചെടുത്തു. ഇപ്പോൾ വ്യവസ്ഥയാകെ മാറി. 3 കപ്പലുകൾ മഗല്ലന്റെ പക്ഷത്തും 2 കലാപകാരികളുടെ പക്ഷത്തുമായി. അതോടൊപ്പം ഉൾക്കടലിൽ നിന്നും പുറത്തേക്കുള്ള വഴി മഗല്ലൻ തൻ്റെ കപ്പലുകൾ ഉപയോഗിച്ച് അടച്ചുകളഞ്ഞു. കലാപകാരികൾക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലാതായി. അടുത്ത ദിവസം സാൻ ആന്റോണിയോ എന്ന കപ്പൽ രക്ഷപ്പെടാൻ ഒരു ശ്രമം നടത്തി. എന്നാൽ മഗല്ലന്റെ പീരങ്കികൾക്ക് മുന്നിൽ അവർക്ക് കീഴടങ്ങേണ്ടി വന്നു. അവസാന കപ്പലായ കോൺസെപ്സിയോണിലെ നാവികർ തങ്ങളുടെ നേതാവായ ക്വെസേഡുവയെ ഒറ്റയ്ക്കുകൊടുത്ത് മഗല്ലനു മുന്നിൽ കീഴടങ്ങി. അങ്ങനെ 48 മണിക്കൂറിനുള്ളിൽ ഒരു യുദ്ധം പോലുമില്ലാതെ തൻ്റെ ബുദ്ധിയും ക്രൂരതയും മാത്രം ഉപയോഗിച്ച് മഗല്ലൻ ആ കലാപം അടിച്ചമർത്തി. പിന്നീടുള്ള ദിവസങ്ങൾ വിചാരണയുടെയും ശിക്ഷയുടെയുമായിരുന്നു. കൊല്ലപ്പെട്ട മെൻഡോസയുടെ മൃതദേഹം
കപ്പലിൽ നിന്നും പുറത്തെടുത്ത് കഴുത്തുവെട്ടി കഷ്ണങ്ങളാക്കി കൊത്തിനുറുക്കി. ജീവനോടെ പിടികൂടിയ കൊസാഡോയുടെ തലവെട്ടാൻ മഗല്ലൻ ഉത്തരവിട്ടു. മറ്റനേകം നാവികരെ ക്രൂരമായി മർദ്ദിച്ചു. എന്നാൽ ഇൻസ്പെക്ടർ ജനറലായിരുന്ന കാർത്തഹേനയെയും കൂടെയുണ്ടായിരുന്ന ഒരു പുരോഹിതനെയും കൊല്ലാൻ മഗല്ലൻ തയ്യാറായില്ല. കാരണം ഒരു പ്രഭുവിനെയും പുരോഹിതനെയും കൊല്ലുന്നത് സ്പെയിനിലെ രാജാവിനോടുള്ള നേരിട്ടുള്ള യുദ്ധപ്രഖ്യാപനമാകും. പകരം അതിലും ക്രൂരമായൊരു ശിക്ഷ അയാൾ അവർക്ക് വിധിച്ചു. മാസങ്ങൾക്ക് ശേഷം അവിടെ നിന്നും യാത്ര തിരിക്കുമ്പോൾ ആ 2 മനുഷ്യരെയും ഒരു വാളും കുറച്ച് റൊട്ടിയുമായി ആ വിജനമായ മഞ്ഞുമൂടിയ തീരത്ത് ഉപേക്ഷിച്ചു പോകാൻ അയാൾ ഉത്തരവിട്ടു. പിന്നീട് അവർക്ക് എന്ത് സംഭവിച്ചുവെന്ന് ചരിത്രത്തിലൊരു രേഖയുമില്ല. കൊടും തണുപ്പിലോ പട്ടിണിയിലോ അവർ മരിച്ചിരിക്കാം. ഈ സംഭവത്തോടെ മഗല്ലൻ ആരാണെന്നും അയാളെ എതിർത്താൽ എന്ത് സംഭവിക്കുമെന്നും ബാക്കിയുള്ള എല്ലാ നാവികർക്കും കൃത്യമായി മനസ്സിലായി. പാറ്റഗോണിയയിലെ ആ ശൈത്യകാലം അവരുടെ ധൈര്യം മാത്രമല്ല, മനുഷ്യത്വം കൂടിയാണ് മരവിപ്പിച്ചത്. പാറ്റഗോണിയയിലെ ആ ഉൾക്കടലിൽ കലാപം അവസാനിച്ചെങ്കിലും അവിടം ഒരു ശവപ്പറമ്പ് പോലെ നിശബ്ദമായി. നാവികർ പരസ്പരം സംസാരിക്കുന്നത് പോലും ഭയന്നായിരുന്നു. ഇങ്ങും മഗല്ലൻ്റെ ചാരക്കണ്ണുകളുണ്ടെന്ന് അവർ വിശ്വസിച്ചു. ശിക്ഷിക്കപ്പെട്ടവരുടെ ചോരയും വിജനമായ തീരത്ത് ഉപേക്ഷിക്കപ്പെട്ട കാർത്തഹേനയുടെയും പുരോഹിതൻ്റെയും ഓർമ്മകളും എല്ലാവരെയും വേട്ടയാടി. മഗല്ലൻ ഇപ്പോൾ അവരുടെ ക്യാപ്റ്റൻ മാത്രമല്ല, ചോദ്യം ചെയ്യാനാവാത്ത ഒരു ഏകാധിപതി കൂടിയായിരുന്നു. മാസങ്ങൾ നരകതുല്യമായിരുന്നു. തണുപ്പ് അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചു. കപ്പലിൽ സൂക്ഷിച്ചിരുന്ന വെള്ളം പോലും തണുത്തുറഞ്ഞ് കട്ടിയായി. നാവികർ കയ്യിൽ കിട്ടിയ തുണികളെല്ലാം ദേഹത്ത് ചുറ്റിപ്പൊതിഞ്ഞ് കപ്പലിൻ്റെ ഉൾത്തട്ടിൽ കൂട്ടമായി കെട്ടിപ്പിടിച്ചിരുന്നു. ഭക്ഷണം റേഷൻ അനുസരിച്ച് വളരെ കുറച്ചു മാത്രമാണ് നൽകിയിരുന്നത്. ഓരോ ദിവസവും ഉണക്കറൊട്ടിയുടെ ചെറിയ കഷണങ്ങളും അല്പം വീഞ്ഞും മാത്രം. വേട്ടയാടി പിടിച്ച പെൻഗ്വിനുകളുടെയും കടൽനായകളുടെയും മാംസം മാത്രമായിരുന്നു ഏക ആശ്വാസം. അതിൻ്റെ കൊഴുപ്പ് കത്തിച്ച് ചെറിയ വിളക്കുകളുണ്ടാക്കി അവർ വെളിച്ചം കണ്ടെത്തി. സമയം കൊല്ലാനായി അവർ കേടായ പായകൾ നന്നാക്കി കയറുകളിൽ പുതിയ കെട്ടുകളിട്ടു. കപ്പലിൻ്റെ തടിപ്പലകകളിലെ വിള്ളലുകൾ അടച്ചു. ഓരോ ദിവസവും അവസാനിക്കുന്നത് നാളെയെങ്കിലും ഈ തണുപ്പ് കുറയുമോ എന്ന പ്രാർത്ഥനയോടെയായിരുന്നു. ഇതിനിടയിലാണ് അവർ പാറ്റഗോണിയയിലെ ഭീമാകാരന്മാരെ കണ്ടുമുട്ടുന്നത്. അന്റോണിയോ പിഗഫറ്റയുടെ ഡയറി കുറിപ്പുകളിൽ ഇതിനെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. ഒരു ദിവസം തീരത്ത് സാധാരണ മനുഷ്യരെക്കാൾ 2 ഇരട്ടി ഉയരമുള്ള ഒരു ഭീമാകാരനായ മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടുവത്രേ. അയാൾ ആകാശത്തേക്ക് നോക്കി എന്തൊക്കെയോ മന്ത്രങ്ങൾ ഉരുവിടുകയും മുഖത്ത് വെളുത്ത പൊടി വാരിയിടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. നാവികർ പേടിച്ചെങ്കിലും മഗല്ലൻ കുറച്ചുപേരെ കരയിലേക്ക് അയച്ചു. അവർ ആ മനുഷ്യനുമായി ആംഗ്യഭാഷയിൽ സംസാരിച്ചു. യൂറോപ്പിൽ നിന്നുള്ള ചെറിയ കളിപ്പാട്ടങ്ങൾ കൊടുത്തപ്പോൾ അയാൾക്ക് വലിയ സന്തോഷമായി. അയാളുടെ കാലുകൾ മൃഗത്തോലുകൊണ്ട് പൊതിഞ്ഞിരുന്നതുകൊണ്ട് സ്പാനിഷ് ഭാഷയിൽ വലിയ കാലുള്ളവർ എന്നർത്ഥം വരുന്ന പാറ്റഗോൺ എന്ന് മഗല്ലൻ അവരെ വിളിച്ചു. ആ പേരിൽ നിന്നാണ് പാറ്റഗോണിയ എന്ന സ്ഥലപ്പേരുണ്ടാകുന്നത്. കഥകൾക്കപ്പുറം ഇവർ ശരിക്കും അത്ര ഉയരമുള്ളവരായിരുന്നോ അതോ യൂറോപ്യന്മാരുടെ കാഴ്ചയുടെ പ്രശ്നമായിരുന്നോ എന്നത് ചരിത്രകാരന്മാർക്കിടയിൽ ഇന്നും ഒരു തർക്കവിഷയമാണ്. ഒടുവിൽ മാസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് മാസത്തോടെ ശൈത്യത്തിൻ്റെ കാഠിന്യം കുറഞ്ഞു തുടങ്ങി. മഞ്ഞുരുകി, കാറ്റിൻ്റെ ഗതി മാറി. ഇനിയും ഒരു ദിവസം പോലും വെറുതെ കളയാൻ മഗല്ലൻ തയ്യാറായിരുന്നില്ല. യാത്ര തുടരാൻ അയാൾ ഉത്തരവിട്ടു. പല നാവികരും പേടിച്ചു. പക്ഷേ ആരും എതിർക്കാൻ ധൈര്യപ്പെട്ടില്ല. എന്നാൽ പുറപ്പെട്ടയുടനെ ആദ്യത്തെ ദുരന്തം അവരെ തേടിയെത്തി. തീരം ചേർന്ന് മുന്നോട്ടു പോയി വഴി കണ്ടെത്താനായി കൂട്ടത്തിലെ ഏറ്റവും ചെറുതും വേഗതയേറിയതുമായ സാന്റിയാഗോ എന്ന കപ്പലിനെയാണ് മഗല്ലൻ മുന്നിലയച്ചത്. ജൊവാവോ സെറാവോ എന്ന പരിചയസമ്പന്നനായ ക്യാപ്റ്റനായിരുന്നു അതിൻ്റെ തലപ്പത്ത്. സാന്റിയാഗോ മറ്റു കപ്പലുകളിൽ നിന്ന് ദൂരം മുന്നോട്ടു പോയി. ഒരു ദിവസം പെട്ടെന്നാണ് കാലാവസ്ഥ മാറിയത്. ആകാശം കറുത്തിരുണ്ടു. ഒരു ചുഴലിക്കാറ്റ് പോലെ കാറ്റ് വീശിയടിക്കാൻ തുടങ്ങി. ചെറിയ കപ്പലിന് ആ കാറ്റിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. ഭീമാകാരമായ തിരമാലകൾ അതിനെ പന്തുപോലെ തട്ടി. ഒടുവിൽ കൂർത്ത പാറക്കെട്ടുകളിൽ ഇടിച്ച് സാന്റിയാഗോയുടെ അടിഭാഗം തകർന്നു. കപ്പലിലേക്ക് വെള്ളം ഇരച്ചുകയറാൻ തുടങ്ങി. 37 ജീവനക്കാർ മരണത്തെ മുഖാമുഖം കണ്ടു. പക്ഷേ ക്യാപ്റ്റൻ സെറാവോയുടെ ധൈര്യം അവരെ രക്ഷിച്ചു. കപ്പൽ ഉപേക്ഷിച്ച് ഒരു ചെറിയ ബോട്ടിലും കപ്പലിൻ്റെ തകർന്ന പലകകളിലും പിടിച്ച് അവർ നീന്തി കരപറ്റി. ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ
കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളുമായി അവർ ആ വിജനമായ തീരത്ത് ഒറ്റപ്പെട്ടു. അവിടെ നിന്നും മറ്റു കപ്പലുകൾ നങ്കൂരമിട്ടിരിക്കുന്ന സെന്റ് ജൂലിയൻ തുറമുഖത്തേക്ക് 100 കണക്കിന് കിലോമീറ്റർ ദൂരമുണ്ട്. ആ തണുപ്പത്ത് കാൽനടയായി ആ ദൂരം താണ്ടുക അസാധ്യമായിരുന്നു. കൂട്ടത്തിൽ ഏറ്റവും ആരോഗ്യവാന്മാരായ 2 പേർ ആ ദൗത്യം ഏറ്റെടുത്തു. 11 ദിവസം പെൻഗ്വിനുകളെയും ചെടികളുടെ വേരുകളും മാത്രം ഭക്ഷിച്ച് മഞ്ഞും മഴയും സഹിച്ച് അവർ നടന്നു. ഒടുവിൽ മരിക്കാറായ അവസ്ഥയിൽ അവർ ക്യാമ്പിൽ തിരിച്ചെത്തി. വിവരമറിയിച്ചു. അതോടെ ഒരു കപ്പൽ നഷ്ടപ്പെട്ടുവെന്ന സത്യം എല്ലാവരും മനസ്സിലാക്കി. മഗല്ലൻ ഉടൻ തന്നെ ഒരു രക്ഷാസംഘത്തെ അയച്ച് ബാക്കിയുള്ളവരെയും തിരിച്ചെത്തിച്ചു. ആദ്യമായി ആ യാത്രയിലെ ഒരംഗം പോലും മരിക്കാതെ ഒരു ദുരന്തം അവസാനിച്ചു. പക്ഷേ ഒരു കപ്പൽ നഷ്ടമായത് വലിയൊരു തിരിച്ചടിയായിരുന്നു. 5 കപ്പലുകളുമായി തുടങ്ങിയ യാത്ര ഇപ്പോൾ 4 ചുരുങ്ങിയിരിക്കുന്നു. ഒരു കപ്പൽ നഷ്ടപ്പെട്ടതോടെ യാത്രയുടെ മൊത്തം ഭാരം ബാക്കിയുള്ള 4 കപ്പലുകളുടെ ചുമലിലായി. എന്നിട്ടും മഗല്ലൻ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. തെക്കൻ തീരത്തുകൂടി അവർ വീണ്ടും യാത്ര തുടർന്നു. ഓരോ മുനമ്പും ഓരോ ഉൾക്കടലും അവർ ശ്രദ്ധയോടെ നിരീക്ഷിച്ചു. ഒടുവിൽ 1520 ഒക്ടോബർ 21 സെന്റ് ഉർസുലയുടെ ഓർമ്മ ദിവസം ദൂരെയായി കരയിലേക്ക് ആഴത്തിൽ കയറിക്കിടക്കുന്ന ഒരു ഭാഗം അവർ കണ്ടു. ഒറ്റ നോട്ടത്തിൽ അതൊരു സാധാരണ ഉൾക്കടൽ പോലെയാണ് തോന്നിയത്. പല നാവികരും പറഞ്ഞു, ഇതും പഴയ റിയോ ഡീല പ്ലാറ്റ പോലെ നമ്മളെ ചതിക്കുമെന്ന്. എന്നാൽ മഗല്ലന്റെ മനസ്സ് എന്തോ ഒന്ന് മന്ത്രിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് താൻ തിരഞ്ഞുവന്ന വഴിയെന്ന് അയാൾക്ക് തോന്നി. തർക്കങ്ങൾക്കൊടുവിൽ ആ വഴി പരിശോധിക്കാൻ തന്നെ അയാൾ തീരുമാനിച്ചു. മുഴുവൻ കപ്പലുകളെയും അപകടത്തിലാക്കുന്നതിന് പകരം കോൺസെപ്സിയോൺ, സാൻ ആന്റോണിയോ എന്നീ 2 കപ്പലുകളെ മുന്നോട്ടയച്ചു. 5 ദിവസത്തെ സമയമാണ് അവർക്ക് അനുവദിച്ചത്. 5 ദിവസത്തിനുള്ളിൽ ആ വഴിയുടെ അറ്റം കണ്ടുപിടിച്ച് തിരികെ വരണം. അല്ലെങ്കിൽ അവർ വഴിതെറ്റിയെന്നോ കൊടുങ്കാറ്റിൽ പെട്ടെന്നോ കരുതി ബാക്കിയുള്ളവർ യാത്ര തുടരും. ആ 2 കപ്പലുകൾ ആ ഇരുണ്ട കവാടത്തിലേക്ക് പതിയെ നീങ്ങി മറഞ്ഞു. ശേഷിച്ച ട്രിനിഡാഡും വിക്ടോറിയയും പുറത്ത് കാത്തുകിടന്നു. 5 ദിവസങ്ങൾ ഒരു യുഗം പോലെ കടന്നുപോയി. ആ 2 കപ്പലുകളെക്കുറിച്ചും ഒരു വിവരവുമില്ല. ഒരുപക്ഷെ അവരും പാറക്കെട്ടിലിടിച്ച് തകർന്നിരിക്കാം. അല്ലെങ്കിൽ ആ വഴി ഒരിടത്തും എത്തുന്നില്ലായിരിക്കാം. മഗല്ലന്റെ നെഞ്ചിൽ തീയായിരുന്നു. തന്റെ കൂടെയുള്ള നാവികരുടെ കണ്ണുകളിൽ കുറ്റപ്പെടുത്തലിന്റെ നോട്ടം അയാൾക്ക് കാണാമായിരുന്നു. വീണ്ടും തന്റെ ആളുകളെ മരണത്തിലേക്ക് തള്ളിവിട്ടവൻ. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചെന്ന് കരുതിയ 6ാമത്തെ ദിവസം ദൂരെ ഒരു പുക കണ്ടു. അതൊരു പീരങ്കിയുടെ ശബ്ദമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. തൊട്ടു പിന്നാലെ ആ 2 കപ്പലുകളും പുറത്തേക്ക് വരുന്നത് അവർ കണ്ടു. അവ സാധാരണ നിലയിലല്ല വരുന്നത്. പായകൾ മുഴുവൻ വിടർത്തി കൊടികളാട്ടിക്കൊണ്ട് തുടർച്ചയായി പീരങ്കികൾ മുഴക്കിക്കൊണ്ട് ഒരാഘോഷത്തിന്റെ പ്രതീതിയിലായിരുന്നു അവയുടെ വരവ്. കപ്പലിലുണ്ടായിരുന്ന നാവികർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു. അവർ കരയിലേക്ക് അടുത്തെത്തിയപ്പോൾ ക്യാപ്റ്റന്മാർ ഉറക്കെ വിളിച്ചു പറഞ്ഞു, നമ്മൾ വിജയിച്ചു. ഇതൊരു ഉൾക്കടലല്ല, ഇതൊരു കടലിടുക്കാണ്. ഇതിനപ്പുറം മറ്റൊരു വലിയ കടലുണ്ട്. ആ വാർത്ത കേട്ട നിമിഷം മാസങ്ങളായി അനുഭവിച്ച ദുരിതങ്ങളും പട്ടിണിയും തണുപ്പും മരണഭയവുമെല്ലാം ആ നാവികർ മറന്നു. അവരുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു, ആർത്തു വിളിച്ചു. ആ പ്രായത്തിലും ഉരുക്കുപോലുള്ള മനുഷ്യനായ മഗല്ലന്റെ കണ്ണുകൾ പോലും നിറഞ്ഞൊഴുകിയെന്ന് പികഫെറ്റ് എഴുതിയിരിക്കുന്നു. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം തന്നെ അപമാനിച്ച പോർച്ചുഗീസ് രാജാവിൻ്റെ മുഖത്തേറ്റ അടിയായിരുന്നു ആ കണ്ടെത്തൽ. എല്ലാ പുണ്യാളന്മാരുടെയും കടലെടുക്ക് എന്ന് മഗല്ലൻ അതിന് പേരിട്ടു. പിന്നീടത് മഗല്ലന്റെ കടലെടുക്ക് എന്ന പേരിൽ ലോക ഭൂപടത്തിൽ സ്ഥിരമായി ഇടം പിടിച്ചു. പക്ഷേ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ആ കടലെടുക്ക് ഒരു നേർരേഖ പോലെയുള്ള വഴിയായിരുന്നില്ല. 570 കിലോമീറ്ററിലധികം നീളമുള്ള വളഞ്ഞും പൊളഞ്ഞും കിടക്കുന്ന ഇടുങ്ങിയ ഒരു വഴിയായിരുന്നു അത്. എവിടെ നോക്കിയാലും മഞ്ഞുമൂടിയ മലകൾ, ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുന്ന പാറക്കെട്ടുകൾ, സൂര്യപ്രകാശം പോലും താഴേക്കെത്താത്ത ഭാഗങ്ങൾ, ശക്തമായ അടിയൊഴുക്കുകളും എപ്പോൾ വേണമെങ്കിലും രൂപം മാറുന്ന കാറ്റും. ആ ഭീകരമായ വഴിയിലൂടെയുള്ള യാത്രയായിരുന്നു അവരുടെ അടുത്ത വെല്ലുവിളി. ശാന്തസമുദ്രത്തിലേക്കുള്ള വാതിൽ അവർ കണ്ടെത്തി. പക്ഷേ ആ വാതിൽ കടക്കാൻ അവരിനിയും ഒരുപാട് സഹിക്കേണ്ടിയിരുന്നു. മഗല്ലന്റെ കടലിടുക്ക് കണ്ടെത്തിയതിൻ്റെ ആഘോഷങ്ങൾ പെട്ടെന്ന് തന്നെ അവസാനിച്ചു. കാരണം ആ വഴിയിലൂടെ മുന്നോട്ടു പോകുന്നത് അവർ വിചാരിച്ചതിലും എത്രയോ മടങ്ങ് അപകടം പിടിച്ചതായിരുന്നു. ഏകദേശം 38 ദിവസമെടുത്തു ആ 570 കിലോമീറ്റർ ദൂരം താണ്ടാൻ. അതൊരു നേർരേഖയിലുള്ള യാത്രയായിരുന്നില്ല. 100 കണക്കിന് ചെറിയ ദ്വീപുകളും പാറക്കെട്ടുകളും ഉൾക്കടലുകളും നിറഞ്ഞ ഒരു പാത പോലെയായിരുന്നു അത്. ഇവിടെയാണ് ശരിയായ വഴി
ഇവിടെയാണ് വഴി അവസാനിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കപ്പലുകൾ പലപ്പോഴും വഴിതെറ്റി മറ്റുൾക്കടലുകളിലേക്ക് കയറിപ്പോയി. പിന്നീട് മണിക്കൂറുകൾ എടുത്ത് തിരികെ വരേണ്ടി വന്നു. ആകാശമാണെങ്കിൽ എപ്പോഴും മൂടിക്കെട്ടി നിൽക്കുന്നു. സൂര്യനെ കാണാൻ കിട്ടാത്തതുകൊണ്ട് ദിശ അറിയാൻ പോലും പ്രയാസമായിരുന്നു. രാത്രികാലങ്ങളിൽ തെക്കൻ ആകാശത്ത് അവർ അതുവരെ കാണാത്ത നക്ഷത്രങ്ങളെ കണ്ടു. അതിലൊന്നിന് അവർ മഗല്ലന്റെ മേഘങ്ങളെന്ന് പേരിട്ടു. ഇതിനെല്ലാം പുറമെയായിരുന്നു തണുപ്പും വിശപ്പും. പാറ്റഗോണിയയിലെ അത്രയും ഭീകരമായ തണുപ്പില്ലെങ്കിലും മഞ്ഞുമൂടിയ മലകളിൽ നിന്ന് വീശിയടിക്കുന്ന കാറ്റിന് എല്ല് മരവിപ്പിക്കുന്ന ശക്തിയുണ്ടായിരുന്നു. ഭക്ഷണത്തിന്റെ അളവ് വീണ്ടും കുറച്ചു. കാരണം മുന്നോട്ടെത്ര ദൂരം പോകാനുണ്ടെന്ന് ആർക്കും ഒരു നിശ്ചയവുമായിരുന്നില്ല. ഈ യാത്രക്കിടയിലാണ് ഏറ്റവും വലിയ രണ്ടാമത്തെ തിരിച്ചടി അവർക്ക് നേരിടേണ്ടി വന്നത്. ഏറ്റവും വലിയ കപ്പലായ സാൻ അന്റോണിയോയെ ഒരു വഴി പരിശോധിക്കാനായി മഗല്ലൻ മുന്നോട്ടയച്ചു. എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആ കപ്പൽ തിരികെ വന്നില്ല. ഒരു കൊടുങ്കാറ്റിൽപ്പെട്ടിരിക്കാമെന്ന് മഗല്ലൻ ആദ്യം കരുതി. എന്നാൽ യാഥാർത്ഥ്യം അതായിരുന്നില്ല. സാൻ അന്റോണിയോ കപ്പലിലുണ്ടായിരുന്ന നാവികർക്ക് ഈ യാത്ര പണ്ടേ മടുത്തിരുന്നു. അതിലെ പ്രധാനിയായിരുന്ന എസ്തെബാൻ ഗോമസ് എന്ന പൈലറ്റ് തുടക്കം മുതലേ മഗല്ലന്റെ ശത്രുവായിരുന്നു. അയാൾ ബാക്കിയുള്ളവരെയും കൂട്ടുപിടിച്ച് കപ്പലിലൊരു കലാപം നടത്തി. മഗല്ലന്റെ ബന്ധുവായ ക്യാപ്റ്റൻ മെസ്ക്വിറ്റയെ അവർ പിടികൂടി തടവിലാക്കി. എന്നിട്ട് രാത്രിയുടെ മറവിൽ ആ കപ്പലുമായി അവർ സ്പെയിനിലേക്ക് തിരികെ യാത്ര തിരിച്ചു. കൂടെയുണ്ടായിരുന്നവരെ മരണത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടുള്ള ഒരു ഒളിച്ചോട്ടമായിരുന്നു അത്. ഈ കപ്പലിലായിരുന്നു യാത്രയ്ക്കാവശ്യമായ ഭക്ഷണ സാധനങ്ങളിൽ ഭൂരിഭാഗവും സൂക്ഷിച്ചിരുന്നത്. ആ ചതിയന്മാർ പോയത് ഒരു കപ്പലുമായിട്ടല്ല, മറിച്ച് ബാക്കിയുള്ളവരുടെ ജീവനുമായിട്ടാണ്. ചരിത്രകാരന്മാർ ഇന്നും അത്ഭുതപ്പെടുന്നു. എങ്ങനെയാണ് ഇത്രയധികം നാവികരുണ്ടായിരുന്ന ഒരു കപ്പലിന് ഒരു വിവരവും നൽകാതെ അപ്രത്യക്ഷമാകാൻ കഴിഞ്ഞതെന്ന്. ദിവസങ്ങളോളം മഗല്ലൻ അവർക്ക് വേണ്ടി കാത്തുനിന്നു. ഒടുവിൽ അവർ തങ്ങളെ ഉപേക്ഷിച്ചു പോയതാണെന്ന സത്യം വേദനയോടെ അയാൾക്ക് അംഗീകരിക്കേണ്ടി വന്നു. ഇപ്പോൾ യാത്ര തുടങ്ങിയപ്പോഴുണ്ടായിരുന്ന 5 കപ്പലുകളിൽ വെറും 3 എണ്ണം മാത്രം ബാക്കി: ട്രിനിഡാഡ്, കോൺസെപ്ഷിയോൺ, വിക്ടോറിയ. ദുഃഖിച്ചിരിക്കാൻ സമയമുണ്ടായിരുന്നില്ല. 1520 നവംബർ 28-ന് നീണ്ട 38 ദിവസത്തെ കഠിനമായ യാത്രയ്ക്ക് ശേഷം അവർ ആ ഭീകരമായ കടലിടുക്കിൻ്റെ അങ്ങേയറ്റത്തെത്തി. അവരുടെ കൺമുന്നിൽ അനന്തമായി പരന്നുകിടക്കുന്ന ഒരു പുതിയ സമുദ്രം. മാസങ്ങളായി അവർ കണ്ടിരുന്ന പ്രക്ഷുബ്ധമായ അറ്റ്ലാന്റിക് സമുദ്രം പോലെ ആയിരുന്നില്ല അത്. വളരെ ശാന്തവും സൗമ്യവുമായിരുന്നു ആ കടൽ. തിരമാലകൾക്ക് പോലും ഒരു താളമുണ്ടായിരുന്നു. ആ കാഴ്ച കണ്ടപ്പോൾ മഗല്ലൻ ആ സമുദ്രത്തിന് പേരിട്ടു മാർ പസിഫിക്കോ, അതായത് ശാന്തമായ കടൽ. പസഫിക് സമുദ്രം എന്ന ആ പേര് അങ്ങനെയാണ് നിലവിൽ വന്നത്. തങ്ങൾ എത്തിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രത്തിലാണെന്നോ മുന്നിലുള്ള യാത്രയുടെ ഭീകരത എന്താണെന്നോ അറിയാതെ ആ ശാന്തതയിൽ അവർ ആശ്വാസം കൊണ്ടു. കയ്യിലുണ്ടായിരുന്ന ഭൂപടങ്ങളനുസരിച്ച് കുറച്ചു ദിവസങ്ങൾ കൂടി യാത്ര ചെയ്താൽ ഏഷ്യയിലെ സുഗന്ധദ്വീപുകളിൽ എത്താമെന്നായിരുന്നു അവരുടെ പ്രതീക്ഷ. അതൊരു മരീചികയായിരുന്നുവെന്ന് അവർക്ക് വഴിയേ മനസ്സിലായി. യാത്രയുടെ ആദ്യത്തെ ഏതാനും ആഴ്ചകൾ കുഴപ്പമില്ലാതെ കടന്നുപോയി. കാറ്റ് അനുകൂലമായിരുന്നു, കടൽ ശാന്തമായിരുന്നു, നാവികർക്ക് സന്തോഷമായി. എന്നാൽ ആഴ്ചകൾ മാസങ്ങളായിട്ടും കരയുടെ ഒരു തുരുമ്പ് പോലും കാണാനില്ല. എങ്ങോട്ടു നോക്കിയാലും നീലനിറം മാത്രം. മുകളിൽ നീലാകാശം, താഴെ നീലക്കടൽ. ഒരു പക്ഷിയെപ്പോലും കാണാനില്ല, ഒരു മീൻകൂട്ടത്തെപ്പോലും കാണാനില്ല. അവർ തികച്ചും ഒറ്റപ്പെട്ടു. ദൈവം പോലും മറന്നുപോയ ഒരു ലോകത്തിലൂടെയാണോ തങ്ങൾ സഞ്ചരിക്കുന്നതെന്ന് അവർക്ക് തോന്നിത്തുടങ്ങി. കപ്പലിൽ സൂക്ഷിച്ചിരുന്ന ഭക്ഷണ സാധനങ്ങൾ അതിവേഗം തീർന്നു തുടങ്ങി. ആദ്യം തീർന്നത് നല്ല ഭക്ഷണമാണ്. പിന്നെ ഉണക്കയിറച്ചിയും മീനും തീർന്നു. അവസാനം ബാക്കിയായത് കല്ലുപോലത്തെ ബിസ്ക്കറ്റുകൾ മാത്രമായിരുന്നു. അതും വെറും ബിസ്ക്കറ്റായിരുന്നില്ല. പുഴുക്കളും എലിയുടെ കാഷ്ടവും കലർന്ന് പൊളിരൂപത്തിലായ ദുർഗന്ധം വമിക്കുന്ന ഒന്നായിരുന്നു അത്. അതുപോലും അവർക്ക് കിട്ടാക്കനിയായി. അവസാനം പട്ടിണിയുടെ ഏറ്റവും ഭീകരമായ മുഖം അവർ കണ്ടു തുടങ്ങി. ജീവൻ നിലനിർത്താൻ വേണ്ടി എന്തും കഴിക്കാമെന്ന അവസ്ഥയിലായി അവർ. കപ്പലിലെ എലികളെ പിടികൂടി വലിയ വിലയ്ക്ക് വിൽക്കാൻ തുടങ്ങി. ഒരെണ്ണത്തിന് $1 ഡുക്കാറ്റ് വരെ വിലയുണ്ടായിരുന്നു. അതായത് ഒരു സാധാരണ നാവികന്റെ മാസശമ്പളത്തിൻ്റെ പകുതിയോളം. എലികളെ കിട്ടാതായപ്പോൾ അവർ കപ്പലിലെ പായകൾ ഉറപ്പിച്ചിരുന്ന തുകൽ കഷ്ണങ്ങൾ മുറിച്ചെടുത്ത് തിന്നാൻ തുടങ്ങി. കല്ലുപോലെ ഉറപ്പുള്ള ആ തുകൽ 4-5 ദിവസം കടൽവെള്ളത്തിലിട്ട് കുതിർക്കും. എന്നിട്ട് കണലിലിട്ട് ചെറുതായി ചുട്ടെടുത്താണ് അവർ അത് ചവച്ചിരുന്നത്. തടിയുടെ അറക്കപ്പൊടി പോലും അവർ വെറുതെ വിട്ടില്ല. എന്നാൽ പട്ടിണിയേക്കാൾ ഭീകരനായ ഒരു ശത്രു
അവരെ കാത്തിരിപ്പുണ്ടായിരുന്നു. സ്കർവി എന്ന രോഗം. മാസങ്ങളോളം പഴങ്ങളും പച്ചക്കറികളും കഴിക്കാതെ വിറ്റാമിൻ സിയുടെ അഭാവം മൂലം വരുന്നൊരു രോഗമായിരുന്നു അത്. അതിൻ്റെ ലക്ഷണങ്ങൾ ഭീകരമായിരുന്നു. ആദ്യം മോണകൾ പഴുത്തു വീർത്ത് പല്ലുകൾ ഓരോന്നായി ഇളകി താഴെ വീഴാൻ തുടങ്ങി. പിന്നീട് കൈകാലുകൾ നീരുവെച്ച് വീർത്തു, തൊലിപ്പുറത്ത് കറുത്ത പാടുകൾ പ്രത്യക്ഷപ്പെട്ടു. ശരീരം മുഴുവൻ അസഹനീയമായ വേദന. അവസാനം ഒട്ടും നടക്കാൻ പോലും വയ്യാതെ അവർ കപ്പലിൻ്റെ തട്ടിൽ കിടന്ന് വേദന കൊണ്ട് പുളഞ്ഞു മരിച്ചു. പിഗഫെറ്റയുടെ കണക്കനുസരിച്ച് 19 പേരോളം ആ രോഗം ബാധിച്ചു മരിച്ചു. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആരുടെയെങ്കിലും മൃതദേഹം കടലിലേക്കെറിയുന്നത് ഒരു സാധാരണ കാഴ്ചയായി മാറി. ആരോഗ്യമുള്ള കുറച്ചുപേർക്ക് മാത്രമേ കപ്പൽ നിയന്ത്രിക്കാൻ പോലും ശേഷിയുണ്ടായിരുന്നുള്ളൂ. തുടർച്ചയായി 98 ദിവസം, അതായത് 3 മാസത്തിലധികം അവർ കര കാണാതെ ആ ശൂന്യമായ കടലിലൂടെ സഞ്ചരിച്ചു. ഇടയ്ക്ക് 1-2 ചെറിയ വിജനമായ ദ്വീപുകൾ കണ്ടെങ്കിലും അവിടെ വെള്ളമോ ഭക്ഷണമോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ല. മഗല്ലൻ പോലും തകർന്നുപോയ നിമിഷങ്ങളായിരുന്നു അത്. തൻ്റെ കണക്കുകൂട്ടലുകൾ ഇത്രയധികം പിഴച്ചുപോകുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. താൻ വാഗ്ദാനം ചെയ്ത സ്വർഗത്തിനു പകരം തൻ്റെ ആളുകളെ ഒരു നരകത്തിലേക്കാണല്ലോ കൊണ്ടുവന്നതെന്ന് അയാൾക്ക് തോന്നിയിരിക്കാം. അയാൾ ശാന്തസമുദ്രത്തിന് നൽകിയ പേര് എത്ര വലിയൊരു വിരോധാഭാസമായിരുന്നു. ആ കടൽ പുറമേ ശാന്തമായിരുന്നെങ്കിലും അതിൻ്റെ ഉള്ളിൽ അത് 100 കണക്കിന് മനുഷ്യരുടെ ജീവൻ നിശബ്ദമായി എടുക്കുകയായിരുന്നു. ഓരോ സൂര്യോദയവും അവർക്ക് പുതിയ പ്രതീക്ഷ നൽകിയില്ല, മറിച്ച് ആരാണ് അടുത്തതായി മരിക്കുക എന്ന ഭയം മാത്രമാണ് നൽകിയത്. യാത്രയുടെ അവസാനം അടുക്കുകയാണോ, അതോ തങ്ങളുടെ എല്ലാം ജീവിതത്തിൻ്റെ അവസാനമാണോ അടുത്തുവരുന്നതെന്ന് അവർക്കൊരു നിശ്ചയവുമില്ലായിരുന്നു. ഏകദേശം 100 ദിവസത്തെ നരകയാതനകൾക്ക് ശേഷം 1521 മാർച്ച് 6-ാം തീയതി കപ്പലിന്റെ മുകൾ തട്ടിൽ കാവൽ നിന്നിരുന്ന ഒരു നാവികൻ അലറി വിളിച്ചു, കര, കര കാണുന്നു. ആ ശബ്ദം കേട്ടതും മരണത്തെ മുഖാമുഖം കണ്ട് കിടന്നിരുന്നവർ പോലും എഴുന്നേറ്റ് ആ ദിശയിലേക്ക് നോക്കി. ദൂരെ ഒരു നേർത്ത വര പോലെ പച്ചപ്പ്. അതൊരു സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് അവർക്ക് തിരിച്ചറിയാനായില്ല. മാസങ്ങളായി നീലയല്ലാതെ മറ്റൊരു നിറം കാണാത്ത അവരുടെ കണ്ണുകൾക്ക് അതൊരു അത്ഭുതമായിരുന്നു. കപ്പലുകൾ ആ ദിശയിലേക്ക് തിരിച്ചു. അടുത്തു വരുംതോറും അതൊരു ദ്വീപാണെന്ന് അവർക്ക് മനസ്സിലായി. ആശ്വാസം കൊണ്ടും സന്തോഷം കൊണ്ടും അവർ കരയാൻ തുടങ്ങി. തങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു എന്നവർ വിശ്വസിച്ചു. അവർ അടുത്തത് ഇന്നത്തെ ഗുവാം ദ്വീപിൻ്റെ അടുത്തേക്കാണ്. കര കാണുന്നുണ്ടെങ്കിലും ക്ഷീണം കൊണ്ട് കപ്പൽ നങ്കൂരമിടാൻ പോലും അവർക്ക് ശേഷിയുണ്ടായിരുന്നില്ല. ഈ സമയത്താണ് തീരത്ത് നിന്നും 100 കണക്കിന് ചെറിയ ബോട്ടുകൾ അവരുടെ അടുത്തേക്ക് വരുന്നത് കണ്ടത്. ത്രികോണാകൃതിയിലുള്ള പായകളുള്ള അതിവേഗതയുള്ള ബോട്ടുകളായിരുന്നു അവ. അതിലിരുന്ന നാട്ടുകാർ യൂറോപ്യന്മാർക്ക് അപരിചിതരായ മനുഷ്യരായിരുന്നു. അവർ കപ്പലുകളിലേക്ക് ഇരച്ചുകയറി. ഒരു പേടിയുമില്ലാതെ അവർ കപ്പലിലുള്ളതെല്ലാം കയ്യിലെടുക്കാൻ തുടങ്ങി. കയറുകൾ, പാത്രങ്ങൾ, എന്തിന് നാവികരുടെ തൊപ്പികൾ വരെ അവരെടുത്തു. ഇത് കണ്ട് നാവികർ അമ്പരന്നുപോയി. പട്ടിണി കിടന്ന് എല്ലും തോലുമായ അവർക്ക് ഇവരെ തടയാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് മോഷണമായിരുന്നില്ല. പുതിയ അതിഥികളുമായി തങ്ങൾക്കുള്ളതെല്ലാം പങ്കുവെക്കുന്ന ഒരു രീതിയായിരുന്നു അത്. എന്നാൽ സ്വകാര്യ സ്വത്ത് എന്ന ചിന്തയിൽ ജീവിക്കുന്ന യൂറോപ്യന്മാർക്ക് അതൊരു കൊള്ളയടിയായിട്ടാണ് തോന്നിയത്. പ്രശ്നം വഷളായത് കപ്പലിനോട് ചേർത്ത് കിട്ടിയിട്ടിരുന്ന ഒരു ചെറിയ ബോട്ട് അവർ അഴിച്ചെടുത്തുകൊണ്ടു പോയപ്പോഴാണ്. അത് മഗല്ലനെ ശരിക്കും ചുടിപ്പിച്ചു. അയാൾ തൻ്റെ ആരോഗ്യമുള്ള കുറച്ച് പടയാളികളുമായി കരയ്ക്കിറങ്ങി. നാട്ടുകാരുടെ 40ഓളം വീടുകൾക്ക് അയാൾ തീയിട്ടു. 7ഓളം പേരെ അമ്പെയ്തു കൊന്നു. എന്നിട്ട് ആ ചെറിയ ബോട്ട് തിരികെ പിടിച്ചെടുത്തു. ആ ദ്വീപിൽ നിന്ന് കിട്ടാവുന്നത്ര ഭക്ഷണവും വെള്ളവും ശേഖരിച്ച് അവരെത്രയും പെട്ടെന്ന് അവിടം വിട്ടു. ആ ദ്വീപുകൾക്ക് മഗല്ലൻ ഒരു പേര് നൽകി, റാങ്കൽ ദ്വീപ് അഥവാ കള്ളന്മാരുടെ ദ്വീപ്. ഒരു സംസ്കാരത്തെ മനസ്സിലാക്കുന്നതിലുള്ള പരാജയത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ആ സംഭവം. അവിടെ നിന്ന് പടിഞ്ഞാറോട്ട് യാത്ര തുടർന്ന് 10 ദിവസങ്ങൾക്ക് ശേഷം 1521 മാർച്ച് 16-ന് അവർ മറ്റൊരു വലിയ ദ്വീപസമൂഹത്തിൻ്റെ തീരത്തെത്തി. അതാണ് ചരിത്രപ്രസിദ്ധമായ ഫിലിപ്പീൻസ്. ഗ്വാമിലെ അനുഭവമുള്ളതുകൊണ്ട് ഇത്തവണ അവർ കൂടുതൽ ശ്രദ്ധാലുക്കളായിരുന്നു. ജനവാസമില്ലാത്ത ഒരു ചെറിയ ദ്വീപായ ഹോമോൻഹോണിൽ അവർ നങ്കൂരമിട്ടു. മാസങ്ങൾക്ക് ശേഷം ആദ്യമായവർ സുരക്ഷിതമായി കരയിൽ കാലുകുത്തി. മഗല്ലൻ ഉടൻ തന്നെ കപ്പലിലുണ്ടായിരുന്ന രോഗികളെ മുഴുവൻ കരയിലേക്ക് മാറ്റി.
അവർക്കായി പ്രത്യേക കൂടാരങ്ങൾ പണിതു. ശുദ്ധമായ വെള്ളവും കാറ്റും കൊണ്ട് അവരുടെ ആരോഗ്യം വീണ്ടെടുക്കാനായിരുന്നു അത്. തൊട്ടടുത്ത ദിവസം അടുത്തുള്ള മറ്റൊരു ദ്വീപിൽ നിന്ന് 9 നാട്ടുകാർ ഒരു ബോട്ടിൽ അവിടേക്ക് വന്നു. ഇത്തവണത്തെ കൂട്ടുകാഴ്ച വളരെ സൗഹൃദപരമായിരുന്നു. ഭാഷ അറിയില്ലെങ്കിലും ആംഗ്യങ്ങളിലൂടെ അവർ സംസാരിച്ചു. തങ്ങൾ ലോകത്തിൻ്റെ മറുഭാഗത്തു നിന്നുള്ള സമാധാനകാംക്ഷികളായ സഞ്ചാരികളാണെന്ന് മഗല്ലൻ അവരെ ധരിപ്പിച്ചു. ആ നാട്ടുകാർ പിറ്റേ ദിവസം തിരിച്ചു വന്നത് നിറയെ സമ്മാനങ്ങളുമായിട്ടാണ്. മീൻ, വാഴപ്പഴം, തേങ്ങ, ഓറഞ്ച്, പിന്നെ ഈന്തപ്പനയുടെ നീരിൽ നിന്നുണ്ടാക്കിയ ഒരുതരം വീഞ്ഞ്. മാസങ്ങളായി പുഴുത്ത ബിസ്ക്കറ്റ് മാത്രം കഴിച്ചുകൊണ്ടിരുന്ന നാവികർക്ക് അതൊരു അമൃത പോലെയാണ് തോന്നിയത്. അവർ ആർത്തിയോടെ ആ പഴങ്ങൾ കഴിച്ചു, തേങ്ങാവെള്ളം കുടിച്ചു. അതവരുടെ ശരീരത്തിന് പുതിയൊരു ഊർജം നൽകി. സ്കർവി ബാധിച്ചവരുടെ ആരോഗ്യം പതിയെ മെച്ചപ്പെടാൻ തുടങ്ങി. കപ്പലിലുണ്ടായിരുന്ന ചുവന്ന തൊപ്പികളും കണ്ണാടികളും അവർക്ക് പകരമായി നൽകി. ഈ പുതിയ ലോകം അവർക്ക് പ്രതീക്ഷ നൽകി. ഇവിടെ മനുഷ്യർ സൗഹൃദമുള്ളവരാണ്, ഭക്ഷണം സുലഭമാണ്. തങ്ങളുടെ ലക്ഷ്യമായ സുഗന്ധദ്വീപുകൾ ഒരുപാട് ദൂരെയാവില്ലെന്ന് അവർ ഉറപ്പിച്ചു. ഈ സമയത്താണ് മഗല്ലന്റെ സംഘത്തിലുണ്ടായിരുന്ന എൻറിക് എന്ന അടിമയുടെ പ്രാധാന്യം എല്ലാവരും മനസ്സിലാക്കുന്നത്. മലേഷ്യൻ സ്വദേശിയായ എൻറിക് വർഷങ്ങൾക്ക് മുമ്പ് മഗല്ലൻ വാങ്ങിയ ഒരു അടിമയായിരുന്നു. ആ നാട്ടുകാർ സംസാരിക്കുന്ന ഭാഷയിലെ ചില വാക്കുകൾ എൻറിക്കിന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അതോടെ മഗല്ലന്റെ കയ്യിൽ ഒരു പുതിയ ആയുധം കിട്ടി, ഒരു ദ്വിഭാഷി. ഹോമോൺ ഹോണിൽ ഒരാഴ്ചയോളം അവർ തങ്ങി. ആ ദിവസങ്ങൾ കൊണ്ട് സംഘത്തിന്റെ രൂപം തന്നെ മാറി. നല്ല ഭക്ഷണവും വിശ്രമവും കിട്ടിയതോടെ രോഗികൾ പലരും എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. നാവികരുടെ മുഖത്ത് മാസങ്ങൾക്ക് ശേഷം ഒരു ചിരി തെളിഞ്ഞു. എന്നാൽ ഇതൊരു ചെറിയ ദ്വീപാണെന്നും തങ്ങളുടെ കപ്പലുകൾ നന്നാക്കാനോ വലിയ തോതിൽ സാധനങ്ങൾ ശേഖരിക്കാനോ ഇവിടെ സൗകര്യമില്ലെന്നും മഗല്ലൻ അറിയാമായിരുന്നു. കൂടുതൽ വലിയ സമ്പന്നമായൊരു ദ്വീപ് കണ്ടെത്തേണ്ടത് അത്യാവശ്യമായിരുന്നു. എൻറിക്കിന്റെ സഹായത്തോടെ അയാൾ നാട്ടുകാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. അടുത്തുള്ള ലിമാസാവ എന്ന ദ്വീപിനെക്കുറിച്ചും അവിടുത്തെ രാജാവായ കോലാംബുവിനെക്കുറിച്ചും അവർ മഗല്ലനോട് പറഞ്ഞു. മാർച്ച് 28-ന് അവർ ലിമാസാവയിലെത്തി. അവിടെ അവരെ കാത്തിരുന്നത് ഒരു രാജകീയ വരവേൽപ്പാണ്. രാജാവ് കോലാംബു മഗല്ലനെ തൻ്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. അവിടെ വെച്ച് അവർ പരസ്പരം സമ്മാനങ്ങൾ കൈമാറി. മഗല്ലൻ തങ്ങളുടെ കയ്യിലുള്ള തുണിത്തരങ്ങളും ആയുധങ്ങളും രാജാവിനെ കാണിച്ചു. യൂറോപ്യൻ കവചത്തിൻ്റെ ശക്തി കാണിക്കാൻ ഒരു പടയാളിയെ നിർത്തി വാളുകൊണ്ടും കുന്തം കൊണ്ടും കുത്തി നോക്കാൻ പറഞ്ഞു. ഒന്നും സംഭവിക്കാത്തത് കണ്ട് രാജാവ് അത്ഭുതപ്പെട്ടു. തൻ്റെ സൗഹൃദം ഉറപ്പിക്കാനായി മഗല്ലൻ അവിടുത്തെ ഒരു ആചാരത്തിന് തയ്യാറായി. കാസിക്കാസി എന്നറിയപ്പെടുന്ന രക്തം കൊണ്ടുള്ള ഒരു ഉടമ്പടിയായിരുന്നു അത്. രണ്ടുപേരും തങ്ങളുടെ കയ്യിൽ നിന്നും ഓരോ തുള്ളി രക്തമെടുത്ത് അത് വീഞ്ഞിൽ കലർത്തി പരസ്പരം കുടിച്ചു. അതോടെ അവർ രക്തബന്ധമുള്ള സഹോദരന്മാരായി മാറി. അടുത്ത ദിവസം ഈസ്റ്റർ സൺഡേ ആയിരുന്നു. ആ ദ്വീപിൽ വെച്ച് ഫിലിപ്പീൻസ് ചരിത്രത്തിലെ ആദ്യത്തെ ക്രിസ്ത്യൻ കുർബാന നടന്നു. മഗല്ലനും നാവികരും പ്രാർത്ഥിക്കുമ്പോൾ രാജാവും നാട്ടുകാരും കൗതുകത്തോടെ അത് നോക്കി നിന്നു. മഗല്ലന്റെ ലക്ഷ്യം ഇപ്പോൾ കച്ചവടം മാത്രമല്ല, മതപരിവർത്തനം കൂടിയാണെന്ന് പതിയെ വ്യക്തമായി തുടങ്ങിയിരുന്നു. സംസാരത്തിനിടയിൽ രാജാവ് കോലാംബു ആണ് സെബു എന്ന വലിയ ദ്വീപിനെക്കുറിച്ച് പറയുന്നത്. സ്വർണവും സുഗന്ധവ്യഞ്ജനങ്ങളും കച്ചവടം ചെയ്യുന്ന, ചൈനയിൽ നിന്നും സയാമിൽ നിന്നുമുള്ള കപ്പലുകൾ വരുന്ന ഒരു വലിയ തുറമുഖമാണ് അതെന്ന് അയാൾ വിവരിച്ചു. അവിടുത്തെ രാജാവായ ഹുമാബോൺ ആണ് ഈ പ്രദേശത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയെന്നും അയാൾ കൂട്ടിച്ചേർത്തു. ഇതു കേട്ടതും മഗല്ലന്റെ കണ്ണുകൾ തിളങ്ങി. താൻ തിരയുന്ന യഥാർത്ഥ നിധി സെബുവിലാണുള്ളതെന്ന് അയാൾ ഉറപ്പിച്ചു. അയാൾ രാജാവ് കോലാംബുവിനോട് അങ്ങോട്ടേക്കുള്ള വഴി കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു. ആ പുതിയ സുഹൃത്ത് അത് സന്തോഷത്തോടെ സമ്മതിച്ചു. അങ്ങനെ 15-ാം നൂറ്റാണ്ട് ഏപ്രിൽ 7-ാം തീയതി സ്പെയിനിൽ നിന്നുള്ള ആ 3 കപ്പലുകൾ സെബു എന്ന ആ വലിയ തുറമുഖ നഗരത്തിലേക്ക് പ്രവേശിച്ചു. പുതിയൊരു ലോകം മാത്രമല്ല, തങ്ങളുടെ വിധിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ ചുഴലിന്റെ നടുവിലേക്കാണ് തങ്ങൾ പോകുന്നതെന്ന് അവരിൽ ആരും അറിഞ്ഞിരുന്നില്ല. സെബു നഗരം മഗല്ലന്റെ കാൽക്കീഴിലാണെന്ന് അയാൾക്ക് തോന്നിത്തുടങ്ങുന്നു. രാജാവായ ഹുമാബോൺ ഇപ്പോൾ അയാളുടെ ഒരു നിഴൽ പോലെയാണ്. മഗല്ലൻ പറയുന്നത് എന്തും ഹുമാബോൺ ചെയ്യുന്നു. യൂറോപ്പിൽ നിന്നുള്ള ഈ അതിഥികൾ സാധാരണക്കാരല്ല, മറിച്ച് ദൈവത്തിൻ്റെ പ്രതിനിധികളാണെന്ന് ഹുമാബോണും ജനങ്ങളും വിശ്വസിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈ വിശ്വാസം മുതലെടുത്ത്
മഗല്ലൻ തൻ്റെ യാത്രയുടെ അടുത്ത ലക്ഷ്യത്തിലേക്ക് കടക്കുന്നു. മതം മാറ്റം. കച്ചവടവും സ്വർണവും മാത്രമല്ല, ആത്മാക്കളെ നേടുക എന്നതും തൻ്റെ ദൗത്യമാണെന്ന് അയാൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഏപ്രിൽ 14-ന് സെബുവിൻ്റെ ഹൃദയഭാഗത്ത് ഒരു വലിയ ചടങ്ങ് സംഘടിപ്പിക്കുന്നു. ഒരു വലിയ തടിക്കരിശ് നാട്ടി അതിനു മുന്നിലൊരുക്കിയ അൾത്താരയിൽ വെച്ച് രാജാവായ ഹുമാബോണും രാജ്ഞിയും 800ഓളം പ്രമുഖരും ക്രിസ്തുമതം സ്വീകരിക്കുന്നു. സ്നാനപ്പെട്ട ശേഷം ഹുമാബോണിന് സ്പെയിനിലെ രാജാവിൻ്റെ പേരായ കാർലോസ് എന്നും രാജ്ഞിക്ക് രാജാവിൻ്റെ അമ്മയുടെ പേരായ യുവാന എന്നും പുതിയ പേരുകൾ നൽകുന്നു. രാജ്ഞിക്ക് മഗല്ലൻ ഉണ്ണിയേശുവിൻ്റെ മനോഹരമായ ഒരു പ്രതിമ സമ്മാനമായി നൽകുന്നുണ്ട്. ആ പ്രതിമ ഇന്നും ഫിലിപ്പീൻസിലെ ഏറ്റവും പുണ്യമായ വസ്തുക്കളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ഈ കാഴ്ച കണ്ട് സാധാരണക്കാരായ ജനങ്ങളും കൂട്ടത്തോടെ മതം മാറാൻ മുന്നോട്ട് വരുന്നു. അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ സെബുവിലെ 2000-ലധികം ആളുകൾ ക്രിസ്ത്യാനികളായി മാറുന്നു. മഗല്ലൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായി അയാൾ ഇതിനെ കാണുന്നു. താൻ ഒരു നാവികൻ മാത്രമല്ല, ഒരു മിഷനറി കൂടിയാണെന്ന് അയാൾ അഹങ്കാരത്തോടെ ചിന്തിക്കുന്നു. ഈ വിജയത്തിൻ്റെ ലഹരിയിൽ മഗല്ലൻ ഒരു വലിയ തെറ്റു ചെയ്യുന്നു. അയാൾ സെബുവിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇടപെടാൻ തുടങ്ങുന്നു. ഹുമാബോണിൻ്റെ അധികാരം വർദ്ധിപ്പിക്കാനായി ചുറ്റുമുള്ള ദ്വീപുകളിലെ എല്ലാ നേതാക്കളും അവരെ ഡാട്ടു എന്നാണ് വിളിച്ചിരുന്നത്. ഹുമാബോണിനെ തങ്ങളുടെ രാജാവായി അംഗീകരിക്കണമെന്നും സ്പെയിനിലെ രാജാവിന് കപ്പം നൽകണമെന്നും മഗല്ലൻ ഉത്തരവിടുന്നു. ഭൂരിഭാഗം നേതാക്കളും യൂറോപ്യന്മാരുടെ ആയുധങ്ങളെയും കപ്പലുകളെയും ഭയന്ന് ഇത് അംഗീകരിക്കുന്നു. എന്നാൽ എല്ലാവരും അതിന് തയ്യാറായിരുന്നില്ല. സെബുവിന് തൊട്ടുമുന്നിലായി സ്ഥിതി ചെയ്യുന്ന ചെറിയൊരു ദ്വീപാണ് മക്ടാൻ. അതൊരു പാറക്കെട്ടുകൾ നിറഞ്ഞ കൃഷിയൊന്നും അധികമില്ലാത്തൊരു സാധാരണ സ്ഥലം. അവിടെ ഭരിക്കുന്ന 2 പ്രധാന നേതാക്കളിൽ ഒരാളായ സുല മഗല്ലൻ്റെ അധികാരം അംഗീകരിച്ചു. എന്നാൽ മറ്റേ നേതാവ് ലാപ്പു അതിന് തയ്യാറായില്ല. അയാൾ ധീരനും അഭിമാനിയുമായ ഒരു യോദ്ധാവായിരുന്നു. നൂറ്റാണ്ടുകളായി തങ്ങൾ സ്വതന്ത്രരായി ജീവിക്കുകയാണെന്നും ദൂരെ ഏതോ നാട്ടിൽ നിന്ന് വന്ന കുറച്ചുപേർക്ക് മുന്നിൽ തലകുനിക്കാൻ താൻ തയ്യാറല്ലെന്നും അയാൾ ഉറക്കെ പ്രഖ്യാപിച്ചു. ഹുമാബോണിന് കപ്പം കൊടുക്കാനും അയാൾ വിസമ്മതിച്ചു. ഈ ധിക്കാരം മഗല്ലൻ്റെ അഹങ്കാരത്തിനേറ്റിയൊരടിയായിരുന്നു. താൻ കീഴടക്കിയ ഒരു സാമ്രാജ്യത്തിൽ ഒരു ചെറിയ ദ്വീപിലെ ഒരു സാധാരണ നേതാവ് തന്നെ വെല്ലുവിളിക്കുകയോ? അയാൾക്കത് സഹിക്കാനായില്ല. ലാപ്പുവിനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് അയാൾ തീരുമാനിച്ചു. ഹുമാബോൺ രാജാവ് മഗല്ലനൊരു ഉപദേശം നൽകി. ലാപ്പു ശക്തനാണ്. അയാളുടെ കൂടെ ആയിരക്കണക്കിന് യോദ്ധാക്കളുണ്ട്. നമുക്ക് നേരിട്ട് യുദ്ധത്തിന് പോകുന്നതിനു പകരം മക്ടാൻ ദ്വീപിനെ ഉപരോധിച്ച് അവരുടെ കച്ചവടം തടയാം. ഭക്ഷണവും വെള്ളവും കിട്ടാതെ വരുമ്പോൾ അവർ താനേ കീഴടങ്ങിക്കോളും. എന്നാൽ മഗല്ലൻ ആരുടെയും വാക്കു കേൾക്കാൻ തയ്യാറായിരുന്നില്ല. അയാളുടെ കണ്ണിൽ ഇത് അധികാരത്തിൻ്റെ മാത്രം പ്രശ്നമായിരുന്നില്ല, അഭിമാനത്തിൻ്റെ പ്രശ്നവും കൂടിയായിരുന്നു. സ്പെയിനിൻ്റെയും ക്രിസ്തുമതത്തിൻ്റെയും ശക്തി എത്ര വലുതാണെന്ന് ആ കാട്ടാളന്മാരെ കാണിച്ചു കൊടുക്കണമെന്ന് അയാൾ വാശി പിടിച്ചു. അയാൾ ഹുമാബോണിനോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ സഹായമൊന്നും വേണ്ട. എൻ്റെ കൂടെയുള്ള 60ഓളം യൂറോപ്യൻ പടയാളികൾ മാത്രം മതി ലാപ്പുവിനെയും അവൻ്റെ ആയിരക്കണക്കിന് ആളുകളെയും മുട്ടുകുത്തിക്കാൻ. നിങ്ങൾ കരയിൽ നിന്ന് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് കണ്ട് പഠിച്ചാൽ മതി. ഇതൊരു വെറും വീരവാദമായിരുന്നില്ല, മറിച്ച് തൻ്റെ കഴിവിലുള്ള അമിതമായ ആത്മവിശ്വാസത്തിൽ നിന്നും വന്ന ഒരു വിഡ്ഢിത്തമായിരുന്നു. ആ തീരുമാനം അയാളുടെ ജീവൻ എടുക്കാൻ പോകുന്ന ഒന്നാണെന്ന് ആ നിമിഷത്തിൽ അയാൾ അറിഞ്ഞിരുന്നില്ല. 1521 ഏപ്രിൽ 27-ന് അതിരാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് മഗല്ലനും 60ഓളം സന്നദ്ധരായ പടയാളികളും 3 ബോട്ടുകളിലായി മക്ടാൻ ദ്വീപ് ലക്ഷ്യമാക്കി പുറപ്പെട്ടു. ഇരുട്ടുമാറുന്നതേയുള്ളൂ. തങ്ങൾ പോകുന്നത് ഒരു ചെറിയ സംഘർഷത്തിനാണെന്നും സൂര്യൻ ഉച്ചയാകുമ്പോഴേക്കും ലാപ്പുവിനെ ചങ്ങലക്കിട്ട് തിരിച്ചു കൊണ്ടുവരാമെന്നും അവർ കണക്കുകൂട്ടി. എന്നാൽ മക്ടാൻ ദ്വീപിൻ്റെ തീരത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ആഴം കുറഞ്ഞ ആ തീരം മുഴുവൻ കൂർത്ത പവിഴപ്പുറ്റുകളും പാറക്കെട്ടുകളും നിറഞ്ഞതായിരുന്നു. അവർ അവിടെ എത്തിയപ്പോൾ കടലിൽ വേലിയിറക്കമായിരുന്നു. അതുകൊണ്ട് ബോട്ടുകൾക്ക് തീരത്തേക്കടുക്കാൻ കഴിഞ്ഞില്ല. തീരത്ത് നിന്നും ദൂരെയായി ബോട്ടുകൾ നങ്കൂരമിടാൻ അവർ നിർബന്ധിതരായി. ഇനി എന്തു ചെയ്യും? തിരിച്ചുപോകുക എന്നാൽ അത് വലിയൊരു നാണക്കേടാണ്. മഗല്ലൻ മുന്നോട്ടു പോകാൻ തന്നെ തീരുമാനിച്ചു. പൂർണ്ണമായ ഉരുക്ക് കവചവും ധരിച്ച് കയ്യിൽ ഭാരമുള്ള വാളും പരിചയുമായി അവർ ബോട്ടുകളിൽ നിന്നിറങ്ങി. മുട്ടോളം വെള്ളത്തിൽ കൂർത്ത പവിഴപ്പുറ്റുകളിൽ ചവിട്ടി
അവർ പതിയെ തീരത്തേക്ക് നടന്നു. അതൊരു എളുപ്പമുള്ള നടപ്പായിരുന്നില്ല. ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും കാല് പിന്നിലേക്ക് പോകുന്നു, പവിഴപ്പുറ്റുകൾ കാലിൽ കൊള്ളുന്നു. തീരത്തേക്കെത്താൻ തന്നെ അവർ ഒരുപാട് സമയമെടുത്തു. ആയുധങ്ങളുടെ ഭാരം കാരണം അവർ ക്ഷീണിച്ചു തുടങ്ങിയിരുന്നു. അവിടെ തീരത്ത് അവരെ കാത്ത് 1500ഓളം വരുന്ന യോദ്ധാക്കൾ അലറി വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. മഗല്ലന്റെ 60 പേർക്കെതിരെ 1500 പേർ. അതൊരു യുദ്ധമായിരുന്നില്ല, ഒരു കൂട്ടക്കൊലയുടെ തുടക്കമായിരുന്നു. എന്നിട്ടും മഗല്ലൻ ധൈര്യം കൈവിട്ടില്ല. ലാപ്പുവിനോട് കീഴടങ്ങാൻ അയാൾ അവസാനമായി ഒരവസരം കൂടി നൽകുന്നു. എന്നാൽ മറുപടിയായി വന്നത് കാതടപ്പിക്കുന്ന യുദ്ധകാഹളമായിരുന്നു. ആദ്യത്തെ ആക്രമണം യൂറോപ്യന്മാരുടെ ഭാഗത്തു നിന്നായിരുന്നു. അവരുടെ കയ്യിലുള്ള തോക്കുകൾ ഉപയോഗിച്ച് അവർ വെടിവെച്ചു. എന്നാൽ ആഴം കുറഞ്ഞ വെള്ളത്തിൽ നിൽക്കുന്നതുകൊണ്ട് അവർക്ക് ശരിക്ക് വെടിവെക്കാൻ കഴിഞ്ഞില്ല. തോക്കുകൾക്ക് അത്ര ദൂരത്തേക്ക് എത്താനുള്ള ശക്തിയുണ്ടായിരുന്നില്ല. എത്തിയ വെടിയുണ്ടകളാവട്ടെ മക്ടാൻ യോദ്ധാക്കളുടെ കയ്യിലുണ്ടായിരുന്ന കട്ടിയുള്ള തടികൊണ്ടുള്ള പരിചകളിൽ തട്ടിത്തെറിച്ചുപോയി. തങ്ങളുടെ ആയുധങ്ങൾ ഫലിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ യൂറോപ്യന്മാർ ഒന്ന് പതറി. ഈ അവസരം മുതലെടുത്ത് ലാപ്പുവിൻ്റെ യോദ്ധാക്കൾ 3 ഭാഗത്തു നിന്നും ഒരേ സമയം ആക്രമിച്ചു. അവർ വെള്ളത്തിലേക്ക് ഓടിയിറങ്ങി. യൂറോപ്യന്മാരെ ലക്ഷ്യമാക്കി അവർ കല്ലുകളും മുളകൊണ്ടുള്ള കുന്തങ്ങളും വിഷം പുരട്ടിയ അമ്പുകളും എയ്തു. യൂറോപ്യന്മാരുടെ കവചത്തിന് ആ അമ്പുകളെ തടയാൻ കഴിഞ്ഞെങ്കിലും അവരുടെ കൈകാലുകൾ പുറത്തായിരുന്നു. പലർക്കും അമ്പുകൊണ്ട് മുറിവേറ്റു. മഗല്ലൻ ഒരു തന്ത്രം പ്രയോഗിക്കാൻ തീരുമാനിച്ചു. തീരത്തുള്ള വീടുകൾക്ക് തീയിട്ടാൽ അവർ വീട്ടുകാരെ രക്ഷിക്കാനായി പിന്മാറുമെന്ന് അയാൾ കണക്കുകൂട്ടി. 2-3 വീടുകൾക്ക് അവർ തീയിട്ടു. എന്നാൽ അത് വിപരീത ഫലമാണുണ്ടാക്കിയത്. തങ്ങളുടെ വീടുകൾ കത്തുന്നത് കണ്ട് മക്ടാൻ യോദ്ധാക്കളുടെ ദേഷ്യം ഇരട്ടിച്ചു. അവർ കൂടുതൽ ശക്തിയോടെ ആക്രമിക്കാൻ തുടങ്ങി. ഏകദേശം 1 മണിക്കൂറോളം ഈ യുദ്ധം തുടർന്നു. യൂറോപ്യന്മാർ ക്ഷീണിച്ചു. അവരുടെ കയ്യിലെ വെടിമരുന്ന് തീർന്നു തുടങ്ങി. ഈ സമയത്താണ് ഒരു വിഷം പുരട്ടിയ അമ്പ് മഗല്ലന്റെ കാലിൽ തറച്ചു കയറുന്നത്. വേദന കൊണ്ട് പുളഞ്ഞെങ്കിലും അയാൾ പതറിയില്ല. എന്നാൽ അതോടെ അയാളുടെ വേഗത കുറഞ്ഞു. ഇത് മനസ്സിലാക്കിയ മക്ടാൻ യോദ്ധാക്കൾ തങ്ങളുടെ ശ്രദ്ധ മുഴുവൻ മഗല്ലനിലേക്ക് തിരിച്ചു. മഗല്ലനെ വീഴ്ത്തിയാൽ യുദ്ധം ജയിക്കാമെന്ന് അവർക്കറിയാമായിരുന്നു. പതിയെ പിന്മാറാൻ മഗല്ലൻ തൻ്റെ ആളുകളോട് ഉത്തരവിട്ടു. എന്നാൽ ആ പിന്മാറ്റം ഒരു കൂട്ട ഓട്ടമായി മാറി. എല്ലാവരും സ്വന്തം ജീവൻ രക്ഷിക്കാനായി ബോട്ടുകൾ ലക്ഷ്യമാക്കി ഓടി. മഗല്ലനും കുറച്ച് വിശ്വസ്തരായ പടയാളികളും മാത്രം പിന്നിലായി. അവർ മറ്റുള്ളവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി പ്രതിരോധിച്ചു നിന്നു. ഒരു വലിയ കല്ല് മഗല്ലന്റെ തലയിൽ വന്നിടിച്ചു. അയാളുടെ തലയിൽ നിന്നും ഹെൽമറ്റ് തെറിച്ചു വീണു. ഒരു മുള കൊണ്ടുള്ള കുന്തം അയാളുടെ മുഖത്ത് ആഴത്തിൽ മുറിവേൽപ്പിച്ചു. ചോരയൊലിപ്പിച്ചുകൊണ്ട് അയാൾ നിലത്തു വീണു. എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു യോദ്ധാവ് വലിയൊരു വാളുകൊണ്ട് അയാളുടെ ഇടതുകാലിൽ വെട്ടി. അതോടെ മഗല്ലന്റെ ചലനശേഷി പൂർണ്ണമായും നിലച്ചു. അയാൾ വെള്ളത്തിലേക്ക് മുഖമടിച്ചു വീണു. ആ വീഴ്ചയിലും തൻ്റെ ആളുകൾ രക്ഷപ്പെട്ടോ എന്നറിയാനായി അയാൾ വീണ്ടും വീണ്ടും തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. അതായിരുന്നു അവസാനത്തെ കാഴ്ച. ഡസൻ കണക്കിന് യോദ്ധാക്കൾ അയാളെ വളഞ്ഞു. കുന്തങ്ങളും വാളുകളും അയാളുടെ ശരീരത്തിൽ ഒരേ സമയം തുളച്ചുകയറി. ദൂരെ കപ്പലുകളിൽ നിന്ന് ഹ്യൂമാബോണും കൂട്ടരും നിസ്സഹായരായി ഈ കാഴ്ച കാണുന്നുണ്ടായിരുന്നു. തങ്ങളെ സംരക്ഷിക്കാൻ വന്ന ദൈവം ഒരു സാധാരണ മനുഷ്യന് പോലെ മരിക്കുന്നത് കണ്ട് അവർ സ്തബ്ധരായി. അങ്ങനെ ലോകം ചുറ്റാൻ ഇറങ്ങിയ ആ ധീരനായ നാവികൻ ഫെർഡിനൻഡ് മഗല്ലൻ 1521 ഏപ്രിൽ 27 തൻ്റെ ലക്ഷ്യത്തിന് തൊട്ടടുത്ത് ഫിലിപ്പീൻസിലെ ഒരു സാധാരണ തീരത്ത് ഒരു പേരുപോലും അറിയാത്ത ഗോത്ര നേതാവിനോട് ഏറ്റുമുട്ടി അവസാനിച്ചു. അയാളുടെ അമിതമായ ആത്മവിശ്വാസവും അഹങ്കാരവുമായിരുന്നു ആ മരണത്തിൻ്റെ കാരണം. മക്ടാനിലെ തീരത്തുനിന്നും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടവർ ബോട്ടുകളിൽ കപ്പലിലേക്ക് തിരികെ എത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്നവർക്ക് തങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ചോരയിൽ കുളിച്ച് മുറിവുകളാൽ പുളഞ്ഞ് തളർന്ന് അവശരായ കുറച്ചുപേർ മാത്രം. മഗല്ലനെവിടെ? ബാക്കിയുള്ളവരെവിടെ? ആ ചോദ്യങ്ങൾക്ക് ആരുടെയും കയ്യിൽ ഉത്തരമുണ്ടായിരുന്നില്ല. തങ്ങളുടെ അജയ്യനെന്ന് കരുതിയ നേതാവ് കുറച്ച് കാട്ടാളന്മാരുടെ കുന്തമുനയിൽ അവസാനിച്ചുവെന്ന വാർത്ത കപ്പലിലുള്ളവർക്ക് ഒരു ഞെട്ടലോടെയാണ് കേൾക്കാനായത്. അതോടെ കപ്പലുകളിൽ പൂർണ്ണമായ അരാജകത്വം ഉടലെടുത്തു. അടുത്ത നിമിഷം എന്തു ചെയ്യണമെന്നോ ആരാണ് ഇനി തങ്ങളെ നയിക്കുകയെന്നോ ആർക്കും ഒരു രൂപവുമില്ലായിരുന്നു. കരയിൽ
മക്ടാനിലെ യോദ്ധാക്കൾ വിജയനൃത്തം ചവിട്ടുന്നത് അവർക്ക് ദൂരെ നിന്നുകൊണ്ട് കാണാമായിരുന്നു. മഗല്ലന്റെ മരണത്തോടെ യാത്രയുടെ കമാൻഡ് സ്വാഭാവികമായും ശേഷിക്കുന്ന ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ കയ്യിലെത്തി. മഗല്ലന്റെ ഭാര്യ സഹോദരനായ ഡുവാർട്ടെ ബാർബോസയും സാന്റിയാഗോ കപ്പലിന്റെ മുൻ ക്യാപ്റ്റനായിരുന്ന ജൊവാവോ സെറാവോയും ചേർന്ന് ഭരണമേറ്റെടുത്തു. എന്നാൽ മഗല്ലനുണ്ടായിരുന്നതുപോലൊരു അധികാരമോ സ്വാധീനമോ ഇവർക്കാർക്കും നാവികരുടെ ഇടയിലുണ്ടായിരുന്നില്ല. അവർ രണ്ടുപേരും പോർച്ചുഗീസുകാരായിരുന്നു എന്നതും സ്പാനിഷ് നാവികർക്കിടയിൽ വലിയ അതൃപ്തിക്ക് കാരണമായി. കപ്പലിലെ അന്തരീക്ഷം വീണ്ടും വഷളമായി. പരസ്പരം സംശയത്തോടെയും ഭയത്തോടെയുമാണ് എല്ലാവരും പെരുമാറിയിരുന്നത്. ഈ തകർച്ചയെല്ലാം സെബുവിലെ രാജാവായ ഹുമാബോൺ ശ്രദ്ധയോടെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. യൂറോപ്യന്മാരുടെ ദൈവമെന്ന് കരുതിയവൻ മരിച്ചു. അവരുടെ ശക്തി ക്ഷയിച്ചിരിക്കുന്നു. ഇപ്പോൾ അവർ തൻ്റെ രാജ്യത്ത് ഒരു ബാധ്യതയായി മാറിയിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും മക്താനിലെ ലാപ്പുലാപ്പു തന്നെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ദുർബലരായ വിദേശികൾക്ക് തന്നെ രക്ഷിക്കാനാവില്ല. മാത്രമല്ല, അവരുടെ കപ്പലുകളിൽ ഇനിയും ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങളുണ്ട്. ഈ അവസരം മുതലെടുത്ത് അവരെ പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ബുദ്ധിയെന്ന് ഹുമാബോൺ കണക്കുകൂട്ടി. ഈ ചതിക്ക് അയാൾ ഒരു സഹായിയെ കണ്ടെത്തി, മഗല്ലന്റെ അടിമയായിരുന്ന എൻറിക്ക്. മഗല്ലിൻ്റെ മരണപത്രത്തിൽ താൻ മരിച്ചാൽ എൻറിക്കിനെ സ്വതന്ത്രനാക്കണമെന്ന് എഴുതിയിരുന്നു. എന്നാൽ പുതിയ കമാൻഡർമാരായ ബാർബോസയും സെറാവോയും അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. യാത്ര പൂർത്തിയാക്കി സ്പെയിനിൽ തിരിച്ചെത്തിയാൽ മാത്രമേ എൻറിക്കിനെ സ്വതന്ത്രനാക്കൂ എന്ന് അവർ തീർത്തു പറഞ്ഞു. ഇത് എൻറിക്കിനെ വല്ലാതെ വേദനിപ്പിച്ചു. താൻ വർഷങ്ങളോളം സേവിച്ച യജമാനൻ്റെ അവസാനത്തെ ആഗ്രഹം പോലും അവർ നിറവേറ്റുന്നില്ല. അപമാനവും പ്രതികാരദാഹവും കൊണ്ട് നിറഞ്ഞ എൻറിക് രഹസ്യമായി ഹുമാബോൺ രാജാവിനെ പോയി കണ്ടു. യൂറോപ്യന്മാർ എത്രത്തോളം ദുർബലരാണെന്നും അവരെ എങ്ങനെ എളുപ്പത്തിൽ കീഴടക്കാമെന്നും അയാൾ രാജാവിനു പറഞ്ഞുകൊടുത്തു. അതോടെ ചരിത്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധമായ ഒരു ചതിക്ക് അരങ്ങൊരുങ്ങി. ദിവസങ്ങൾക്ക് ശേഷം ഹുമാബോൺ രാജാവ് യൂറോപ്യൻ കമാൻഡർമാർക്ക് ഒരു സന്ദേശമയച്ചു. മഗല്ലന്റെ മരണത്തിൽ തനിക്ക് അതിയായ ദുഃഖമുണ്ടെന്നും യാത്ര തുടരുന്നതിന് മുൻപായി അവർക്ക് അർഹമായ സമ്മാനങ്ങൾ നൽകാനായി താനൊരു വിരുന്നൊരുക്കുന്നുണ്ടെന്നും അറിയിച്ചു. സ്പെയിനിലെ രാജാവിനായി താൻ കരുതിവെച്ച കുറച്ച് രത്നങ്ങൾ ആ വിരുന്നിൽ വെച്ച് കൈമാറാമെന്നും അയാൾ വാഗ്ദാനം ചെയ്തു. ഇതൊരു കെണിയാണെന്ന് പല സാധാരണ നാവികർക്കും സംശയമുണ്ടായിരുന്നു. മഗല്ലന്റെ മൃതദേഹം വിട്ടുതരാൻ പോലും തയ്യാറാകാത്ത ശത്രുക്കളുടെ തൊട്ടടുത്ത് വെച്ച് ഇങ്ങനെയൊരു വിരുന്ന് അപകടമാണെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. എന്നാൽ പുതിയ കമാൻഡർമാർ ആർത്തിയുടെയും അഹങ്കാരത്തിൻ്റെയും ലഹരിയിലായിരുന്നു. രത്നങ്ങൾ എന്ന വാക്ക് കേട്ടപ്പോൾ അവരുടെ കണ്ണു മഞ്ഞളിച്ചു. ആ ക്ഷണം അവർ സന്തോഷത്തോടെ സ്വീകരിച്ചു. 1521 മെയ് 1-ാം തീയതി ബാർബോസയും സെറാവോയും ഉൾപ്പെടെ ഏകദേശം 30ഓളം വരുന്ന ഉയർന്ന ഉദ്യോഗസ്ഥരും നാവികരും നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞ് ആ വിരുന്നിനായി കരക്കിറങ്ങി. കപ്പലുകളുടെ നിയന്ത്രണം കുറച്ചുപേരെ ഏൽപ്പിച്ച് ബാക്കിയുള്ളവർ രാജകൊട്ടാരത്തിലേക്ക് പോയി. കപ്പലിലിരുന്നവർക്ക് കൊട്ടാരത്തിൽ നിന്നും പാട്ടിൻ്റെയും ചിരിയുടെയും ശബ്ദങ്ങൾ കേൾക്കാമായിരുന്നു. എന്നാൽ പെട്ടെന്ന് ആ ശബ്ദങ്ങളെല്ലാം നിന്നു. തൊട്ടുപിന്നാലെ അവിടെ നിന്നും ഉയർന്നത് മനുഷ്യരുടെ കൂട്ടനിലവിളികളും മരണവെപ്രാളങ്ങളുമായിരുന്നു. ഒരു നിമിഷം കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് കപ്പലിലുള്ളവർക്ക് മനസ്സിലായി. ആ വിരുന്നൊരു മരണക്കെണിയായിരുന്നു. ഹുമാബോണിൻ്റെ പടയാളികൾ ആയുധങ്ങളുമായി ഒളിച്ചിരുന്ന് നിരായുധരായ യൂറോപ്യന്മാരെ ഒന്നൊന്നായി കൊന്നൊടുക്കുകയാണ്. ഈ മരണക്കളത്തിൽ നിന്ന് ഒരാൾ മാത്രം എങ്ങനെയോ രക്ഷപ്പെട്ട് ചോരയൊലിപ്പിച്ച് തീരത്തേക്ക് ഓടിവന്നു. ക്യാപ്റ്റൻ സെറാവോ ആയിരുന്നു അത്. എന്നാൽ തീരത്തെത്തിയപ്പോഴേക്കും നാട്ടുകാർ അയാളെ പിടികൂടി. അവർ കപ്പലിലുള്ളവരോട് വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ ക്യാപ്റ്റനെ രക്ഷിക്കണമെങ്കിൽ പകരം കപ്പലിലുള്ള സാധനങ്ങൾ ഞങ്ങൾക്ക് തരണം. കപ്പലിലുള്ളവർ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു. അവർക്ക് തങ്ങളുടെ നേതാവിനെ രക്ഷിക്കണം, എന്നാൽ അതോടൊപ്പം സ്വന്തം ജീവനും രക്ഷിക്കണം. അവർക്കിടയിൽ ഒരു നായകനില്ലാത്തതുകൊണ്ട് ഒരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല. തീരത്ത് നിന്ന് സെറാവോ കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുകയായിരുന്നു തന്നെ രക്ഷിക്കണമെന്ന്. എന്നാൽ ആ നിമിഷത്തിൽ കപ്പലിലുണ്ടായിരുന്ന ജുവാവോ ലോപ്പസ് കാർവാലോ എന്ന പൈലറ്റ് ക്രൂരമായ ഒരു തീരുമാനമെടുത്തു. സെറാവോയെ ഉപേക്ഷിച്ച് എത്രയും പെട്ടെന്ന് അവിടെ നിന്നും രക്ഷപ്പെടുക. അയാൾ കപ്പലുകളുടെ നങ്കൂരം ഉയർത്താൻ ആജ്ഞാപിച്ചു. കരയിൽ നിസ്സഹായനായി നോക്കി നിൽക്കെ സെറാവോയെ നാട്ടുകാർ കുന്തം കൊണ്ട് കുത്തിക്കൊന്നു. സ്വന്തം ആളുകളാൽ തന്നെ ഒറ്റിക്കൊടുക്കപ്പെട്ട ഒരു ക്യാപ്റ്റനായി അയാൾ ചരിത്രത്തിൽ ഇടം നേടി.
ഈ കൂട്ടക്കൊലയുടെ യാത്രയുടെ അവസ്ഥ കൂടുതൽ പരിതാപകരമായി. ഏകദേശം 115 പേരായി അവരുടെ എണ്ണം ചുരുങ്ങി. 3 കപ്പലുകൾ നിയന്ത്രിക്കാൻ പോലും ആവശ്യത്തിന് ആളുകളില്ല. ശേഷിച്ചവരാകട്ടെ സാധാരണ നാവികരും കുറച്ച് കീഴുദ്യോഗസ്ഥരും മാത്രം. ഈ അവസരത്തിലാണ് അതുവരെ ആരും ശ്രദ്ധിക്കാതിരുന്ന വിക്ടോറിയ എന്ന കപ്പലിലെ ഒരു സാധാരണ ഉദ്യോഗസ്ഥൻ മുന്നോട്ട് വരുന്നത്. അയാളുടെ പേര് ജ്വാൻ സെബാസ്റ്റ്യൻ എൽക്കാനോ. ബാസ്ക് പ്രവിശ്യയിൽ നിന്നുള്ള ഒരു സ്പെയിൻകാരനായിരുന്നു അയാൾ. പാറ്റഗോണിയയിൽ വെച്ച് നടന്ന കലാപത്തിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട ഒരാളായിരുന്നെങ്കിലും അയാൾ ഒരു മികച്ച നാവികനാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഭയന്ന് വിറച്ചു നിൽക്കുന്ന ആളുകളെ ഒരുമിച്ച് നിർത്താൻ അയാൾക്ക് കഴിഞ്ഞു. ഒരു നേതാവില്ലെങ്കിൽ തങ്ങളെല്ലാവരും ഇവിടെ കിടന്ന് മരിക്കുകയുള്ളൂ എന്ന് അയാൾ അവരെ ഓർമ്മിപ്പിച്ചു. പതിയെ പതിയെ ആ യാത്രയുടെ അലിഖിത നേതാവായി എൽക്കാനോ മാറി. അവരുടെ ആദ്യത്തെ തീരുമാനം കോൺസെപ്ഷ്യോൺ എന്ന കപ്പൽ ഉപേക്ഷിക്കുക എന്നതായിരുന്നു. ഏറ്റവും പഴയതും കേടുപാടുകൾ സംഭവിച്ചതുമായ ആ കപ്പൽ അറ്റകുറ്റപ്പണി നടത്താൻ ആവശ്യമായ ആളുകളോ സാധനങ്ങളോ അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. അതിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം മറ്റു 2 കപ്പലുകളിലേക്ക് മാറ്റി. എന്നിട്ട് തങ്ങളുടെ കൂടെയുണ്ടായിരുന്നവരുടെ എല്ലാം ഓർമ്മകളുമായി ആ കപ്പലിന് അവർ തീ കൊളുത്തി. ഫിലിപ്പീൻസിലെ ഒരു ദ്വീപിൻ്റെ തീരത്ത് കോൺസെപ്ഷ്യോൺ കത്തിയമരുന്നത് അവർ വേദനയോടെ നോക്കി നിന്നു. 5 കപ്പലുകളുമായി തുടങ്ങിയ യാത്ര ഇപ്പോൾ വെറും 2 ഒതുങ്ങിയിരിക്കുന്നു. അവരുടെ ലക്ഷ്യം ഒന്നു മാത്രമായിരുന്നു: എങ്ങനെയെങ്കിലും സുഗന്ധദ്വീപുകളിലെത്തുക, അവിടെ നിന്നും ഗ്രാമ്പു നിറച്ച് സ്പെയിനിലേക്ക് തിരികെ പോകുക. എന്നാൽ അങ്ങോട്ടേക്കുള്ള വഴി അവർക്ക് അറിയില്ലായിരുന്നു. അടുത്ത 6 മാസക്കാലം അവർ ഫിലിപ്പീൻസിലെയും ഇന്നത്തെ ഇന്തോനേഷ്യയിലെയും പല ദ്വീപുകളിലായി അലഞ്ഞുതിരിഞ്ഞു. വഴി ചോദിച്ചും ചെറിയ കച്ചവടങ്ങൾ ചെയ്തും ചിലപ്പോൾ കടൽ കൊള്ളക്കാരെ പോലെ ചെറിയ കപ്പലുകൾ ആക്രമിച്ച് സാധനങ്ങൾ പിടിച്ചെടുത്തും അവർ മുന്നോട്ടുപോയി. ഈ സമയത്ത് എൽക്കാനോ എന്ന നേതാവിൻ്റെ കഴിവ് എല്ലാവരും തിരിച്ചറിഞ്ഞു. അയാൾ ധീരനും എന്നാൽ മഗല്ലനെ പോലെ ക്രൂരനുമായിരുന്നില്ല. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേൾക്കാൻ അയാൾ തയ്യാറായി. ഒരു സാധാരണ നാവികനായി തുടങ്ങിയ എൽക്കാനോ ഇപ്പോൾ വിക്ടോറിയ എന്ന കപ്പലിൻ്റെ ക്യാപ്റ്റനായി ഔദ്യോഗികമായി തെരഞ്ഞെടുക്കപ്പെട്ടു. ട്രിനിഡാഡിൻ്റെ ക്യാപ്റ്റനായി മറ്റൊരു ഉദ്യോഗസ്ഥനായ ഗോൺസാലോ ഗോമസ് ദി എസ്പിനോസയും തെരഞ്ഞെടുക്കപ്പെട്ടു. ഒടുവിൽ മാസങ്ങൾ നീണ്ട അലച്ചിലിനൊടുവിൽ 1521 നവംബർ 8 അവർ ആ സുഗന്ധദ്വീപുകളിൽ, അതായത് മൊളുക്കാസ് ദ്വീപ് സമൂഹത്തിലെ ടീഡോർ എന്ന ദ്വീപിൽ എത്തിച്ചേർന്നു. സ്പെയിനിൽ നിന്ന് യാത്ര പുറപ്പെട്ട് 2 വർഷവും 3 മാസവും കഴിഞ്ഞിരുന്നു. എണ്ണിയാലൊടുങ്ങാത്ത കഷ്ടപ്പാടുകൾക്കും മരണങ്ങൾക്കും ചതികൾക്കും ശേഷം അവർ തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. ആ ദ്വീപിലെ സുൽത്താൻ അവരെ സ്നേഹത്തോടെ സ്വീകരിച്ചു. ലോകത്തിലെ ഏറ്റവും മികച്ച ഗ്രാമ്പു വളരുന്ന ആ മണ്ണിൽ കാലുകുത്തിയപ്പോൾ മരിച്ചുപോയ തങ്ങളുടെ കൂട്ടുകാരെ ഓർത്ത് അവരുടെ കണ്ണുകൾ നിറഞ്ഞു. മഗല്ലന്റെ സ്വപ്നം ഒടുവിൽ എൽക്കാനോയുടെ നേതൃത്വത്തിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു. ടിഡൂർ ദ്വീപിലെ ആ ദിനങ്ങൾ നീണ്ട യാത്രയിലെ ദുരിതങ്ങൾക്കെല്ലാം ശേഷമുള്ളൊരു സമ്മാനം പോലെയായിരുന്നു. അവിടുത്തെ സുൽത്താനായ അൽമൻസൂർ സ്പെയിൻകാരുമായി കച്ചവടം ചെയ്യാൻ അതിയായ താൽപ്പര്യം കാണിച്ചു. ലോകചരിത്രത്തിലെ തന്നെ ഏറ്റവും ലാഭകരമായ കച്ചവടങ്ങളിലൊന്നിനാണ് അവിടെ തുടക്കം കുറിച്ചത്. യൂറോപ്പിൽ സ്വർണത്തേക്കാൾ വിലയുണ്ടായിരുന്ന ഗ്രാമ്പു ആ ദ്വീപിൽ വളരെ സുലഭമായിരുന്നു. നാവികർ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന തുണികളും തൊപ്പികളും ലോഹക്കഷ്ണങ്ങളും കൊടുത്ത് പകരമായി ടൺ കണക്കിന് ഗ്രാമ്പു വാങ്ങി. വിക്ടോറിയ, ട്രിനിഡാഡ് എന്നീ 2 കപ്പലുകളും സുഗന്ധവ്യഞ്ജനങ്ങൾ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. ആ ഗ്രാമ്പുവിൻ്റെ രൂക്ഷമായ എന്നാൽ സന്തോഷം നൽകുന്ന ഗന്ധം കപ്പലുകളിൽ നിറഞ്ഞു. മാസങ്ങളായി മരണത്തിൻ്റെ ഗന്ധം മാത്രം ശ്വസിച്ചുകൊണ്ടിരുന്ന അവർക്ക് അതൊരു പുതിയ ജീവിതത്തിൻ്റെ സുഗന്ധമായിരുന്നു. നാവികർ ദ്വീപിലെ ജീവിതം ആസ്വദിച്ചു. അവർക്ക് നല്ല ഭക്ഷണം കിട്ടി. നാട്ടുകാരുമായി അവർ സൗഹൃദം സ്ഥാപിച്ചു. എന്നാൽ ഈ സന്തോഷത്തിനിടയിലും എൽക്കാനോയുടെ മനസ്സിൽ ഒരു വലിയ ചോദ്യം ബാക്കിയുണ്ടായിരുന്നു: എങ്ങനെ സ്പെയിനിലേക്ക് തിരികെ പോകും? അവർ വന്ന വഴി, അതായത് പസഫിക് സമുദ്രത്തിലൂടെ തിരികെ പോകുന്നത് ആത്മഹത്യക്ക് തുല്യമാണെന്ന് അയാൾക്കറിയാമായിരുന്നു. ആ ഭീകരമായ കടൽ വീണ്ടും താണ്ടാൻ ആരും തയ്യാറായിരുന്നില്ല. ആകെയുള്ള മറ്റൊരു വഴി പടിഞ്ഞാറോട്ട് യാത്ര തുടർന്ന് ഇന്ത്യൻ മഹാസമുദ്രം കടന്ന് ആഫ്രിക്കയുടെ തെക്കേയറ്റം ചുറ്റി സ്പെയിനിലെത്തുക എന്നതാണ്. എന്നാൽ ആ വഴി അതിലും അപകടം പിടിച്ചതായിരുന്നു. കാരണം ആ കടൽപ്പാത മുഴുവൻ പോർച്ചുഗീസുകാരുടെ നിയന്ത്രണത്തിലായിരുന്നു. എവിടെയെങ്കിലും വെച്ച് പിടിക്കപ്പെട്ടാൽ മരണമുറപ്പാണ്. ഒരുപാട് ചർച്ചകൾക്ക് ശേഷം അവരൊരു തീരുമാനത്തിലെത്തി: 2 കപ്പലുകളും 2ആയി പിരിഞ്ഞ് യാത്ര ചെയ്യുക. ട്രിനിഡാഡ് എന്ന കപ്പൽ കുറച്ചുകൂടി വലുതും എന്നാൽ അറ്റകുറ്റപ്പണികൾ ആവശ്യമുള്ളതുമായിരുന്നു. അതവിടെ തന്നെ തങ്ങി
അറ്റകുറ്റപ്പണികൾക്ക് ശേഷം പസഫിക് സമുദ്രം വഴി തിരികെ സ്പെയിനിലെ കോളനിയായ പനാമയിലേക്ക് പോകാൻ ശ്രമിക്കട്ടെ. വിക്ടോറിയ എന്ന കപ്പൽ ചെറുതാണെങ്കിലും കൂടുതൽ ഉറപ്പുള്ളതായിരുന്നു. എൽക്കാനയുടെ നേതൃത്വത്തിൽ ആ കപ്പൽ പോർച്ചുഗീസുകാരുടെ കണ്ണുവെട്ടിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ പടിഞ്ഞാറോട്ട് യാത്ര തിരിക്കട്ടെ. അതൊരു ഭാഗ്യപരീക്ഷണമായിരുന്നു. ഏതാണ് ശരിയായ തീരുമാനമെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ 1521 ഡിസംബർ 21 ഗ്രാമ്പു നിറച്ച വിക്ടോറിയ എന്ന കപ്പൽ ഏകദേശം 60ഓളം പേരുമായി ടിഡോറിൽ നിന്ന് യാത്ര തിരിച്ചു. ബാക്കിയുള്ളവർ ട്രിനിഡാഡിൽ അവരെ കൈവീശി യാത്രയാക്കി. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അവർക്കാർക്കും അറിയില്ലായിരുന്നു. ചരിത്രത്തിൽ ട്രിനിഡാഡ് കപ്പലിൻ്റെ യാത്ര ഒരു ദുരന്തമായിരുന്നു. പസഫിക് സമുദ്രത്തിലെ കൊടുങ്കാട്ടിൽപ്പെട്ട് തകർന്ന ആ കപ്പലിനെ പിന്നീട് പോർച്ചുഗീസുകാർ പിടികൂടി. അതിലുണ്ടായിരുന്നവരിൽ വെറും 4 പേർ മാത്രമാണ് വർഷങ്ങൾക്കുശേഷം സ്പെയിനിൽ തിരിച്ചെത്തിയത്. എൽക്കാനോയുടെ യാത്ര അതിസാഹസികമായിരുന്നു. പോർച്ചുഗീസ് കപ്പലുകളുടെ കണ്ണിൽപ്പെടാതിരിക്കാൻ സാധാരണ കപ്പലുകൾ പോകുന്ന വഴിയിൽ നിന്നെല്ലാം ഒഴിഞ്ഞുമാറിയാണ് അയാൾ യാത്ര ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു തുറമുഖത്തും നിർത്താനോ ശുദ്ധജലമോ ഭക്ഷണമോ ശേഖരിക്കാനോ അവർക്ക് കഴിഞ്ഞില്ല. പസഫിക് സമുദ്രത്തിലെ അതേ ദുരിതങ്ങൾ അവരെ വീണ്ടും തേടിയെത്തി. പട്ടിണിയും സ്കർവിയും. കപ്പലിൽ സൂക്ഷിച്ചിരുന്ന അരിയും വെള്ളവും മാത്രമായി അവരുടെ ഭക്ഷണം. ദിവസങ്ങൾ കടന്നുപോകുന്തോറും ആളുകൾ വീണ്ടും മരിച്ചു വീഴാൻ തുടങ്ങി. ഗ്രാമ്പു വിട്ട് കോടീശ്വരന്മാരാകാമെന്ന സ്വപ്നവുമായി യാത്ര തിരിച്ചവർ ഓരോ ദിവസവും തങ്ങളുടെ സഹയാത്രികരുടെ മൃതദേഹങ്ങൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ഏകദേശം 5 മാസത്തോളം നീണ്ട ആ ഭീകരയാത്രയ്ക്കു ശേഷം 1522 മെയ് മാസത്തിൽ അവർ ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന മുനമ്പിൻ്റെ അടുത്തെത്തി. അവിടം കടൽ എപ്പോഴും പ്രക്ഷുബ്ധമായിരിക്കും. ഭീമാകാരമായ തിരമാലകളും കൊടുങ്കാറ്റും കാരണം ആ മുനമ്പ് കടക്കാൻ അവർ ആഴ്ചകളോളം ശ്രമിച്ചു. കപ്പലിൻ്റെ പ്രധാന പായ്മരം കൊടുങ്കാറ്റിൽ ഒടിഞ്ഞു വീണു. ആ തകർന്ന കപ്പലുമായി മരിക്കാറായ കുറച്ചുപേരെയും കൊണ്ട് എൽക്കാനോ ആ കടമ്പ് കടന്നു. ഇപ്പോൾ അവർക്ക് സ്പെയിനിലേക്ക് എത്താൻ ഒരു വഴിയേ ഉള്ളൂ. ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്തുകൂടി മുകളിലേക്ക് യാത്ര ചെയ്യുക. എന്നാൽ ആ തീരം മുഴുവൻ പോർച്ചുഗീസ് താവളങ്ങളായിരുന്നു. ക്ഷീണിച്ച അവശരായ ആ നാവികർക്ക് മുന്നിൽ ഇപ്പോൾ 2 വഴികളേ ഉള്ളൂ. ഒന്നുകിൽ ഏതെങ്കിലും പോർച്ചുഗീസ് താവളത്തിൽ കീഴടങ്ങുക, അല്ലെങ്കിൽ പട്ടിണി കിടന്ന് കടലിൽ മരിക്കുക. എൽക്കാനോ മൂന്നാമതൊരു വഴി തിരഞ്ഞെടുത്തു. അതിസാഹസികമായൊരു കള്ളം പറയുക. പോർച്ചുഗീസുകാരുടെ തന്നെ കോളനിയായ കേപ്പ് വെർദെ ദ്വീപുകളിലേക്ക് അവർ കപ്പൽ തിരിച്ചു. അവിടെയെത്തി തങ്ങൾ അമേരിക്കയിൽ നിന്നും വരുന്ന ഒരു സ്പാനിഷ് കപ്പലാണെന്നും ഒരു വലിയ കൊടുങ്കാറ്റിൽപ്പെട്ട് വഴി തെറ്റി ഇവിടെ എത്തിയതാണെന്നും അവർ പറഞ്ഞു. ഭാഗ്യവശാൽ തുടക്കത്തിൽ പോർച്ചുഗീസുകാർ അത് വിശ്വസിച്ചു. അവർക്ക് കുറച്ച് ഭക്ഷണം വിൽക്കാൻ അവർ തയ്യാറായി. ആദ്യത്തെ കുറച്ചുപേർ കരയിലിറങ്ങി അരിയും വെള്ളവും വാങ്ങി തിരികെ വന്നു. എന്നാൽ രണ്ടാമത്തെ തവണ കരയിലിറങ്ങിയ 13 നാവികർ ഒരു വലിയ അബദ്ധം കാണിച്ചു. കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഗ്രാമ്പു കൊടുത്ത് അവർ സാധനങ്ങൾ വാങ്ങാൻ ശ്രമിച്ചു. ഏഷ്യയിൽ മാത്രം കിട്ടുന്ന ഗ്രാമ്പു അമേരിക്കയിൽ നിന്ന് വരുന്ന ഒരു കപ്പലിൽ എങ്ങനെ വന്നു? പോർച്ചുഗീസുകാർക്ക് കാര്യം മനസ്സിലായി. ഇവർ മഗല്ലന്റെ സംഘത്തിലെ അവശേഷിച്ചവരാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അവർ ആ 13 പേരെയും അവിടെ പിടികൂടി തടവിലാക്കി. കപ്പലിലുള്ളവരെ പിടിക്കാനായി അവർ ബോട്ടുകളിൽ പുറപ്പെട്ടു. കരയിൽ നടക്കുന്ന ഈ സംഭവവികാസങ്ങൾ ദൂരെ നിന്നു കണ്ട എൽക്കാനോ ഒരു നിമിഷം പോലും പാഴാക്കിയില്ല. കരയിലുള്ള തൻ്റെ ആളുകളെ ഉപേക്ഷിച്ച് അയാൾ കപ്പലെടുത്ത് മുന്നോട്ടു പോകാൻ ആജ്ഞാപിച്ചു. അതല്ലാതെ മറ്റൊരു വഴിയും അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വിക്ടോറിയയിൽ ശേഷിക്കുന്നത് വെറും 22 പേർ മാത്രം. അതിൽ 4 പേർ ഏഷ്യൻ വംശജരായിരുന്നു. സ്പെയിൻകാരായി വെറും 18 പേർ. എല്ലും തോലുമായ ആ 18 മനുഷ്യരും അവരുടെ പ്രേതക്കപ്പലും അവസാനമായി സ്പെയിൻ ലക്ഷ്യമാക്കി നീങ്ങി. ഒടുവിൽ 3 വർഷത്തെ നരകയാതനകൾക്ക് ശേഷം 1522 സെപ്റ്റംബർ 6-ാം തീയതി അവർ സ്പെയിനിലെ സാൻ ലുക്കർ ഡി ബെറാമിഡ എന്ന തുറമുഖത്ത് തിരിച്ചെത്തി. യാത്ര തുടങ്ങിയ അതേ തുറമുഖം. തുറമുഖത്തുണ്ടായിരുന്ന ആളുകൾ ആ കാഴ്ച കണ്ട് സ്തബ്ധരായി. കീറിപ്പറിഞ്ഞ പായകളുമായി എങ്ങനെയോ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു കപ്പൽ. അതിൻ്റെ തട്ടിൽ മനുഷ്യരാണോ പ്രേതങ്ങളാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത കുറേ രൂപങ്ങൾ. യാത്ര തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന 270-ൽ പരം ആളുകളിൽ അവശേഷിച്ചവർ വെറും 18 പേർ. അവർക്ക് നേരെ നിൽക്കാൻ പോലും ശേഷിയുണ്ടായിരുന്നില്ല. കരയിലിറങ്ങിയുടൻ അവരടുത്തുള്ള പള്ളിയിലേക്ക്
മുട്ടിലിഴഞ്ഞാണ് പോയത്, തങ്ങളുടെ ജീവൻ തിരികെ തന്ന ദൈവത്തിന് നന്ദി പറയാൻ. ഈ യാത്രയുടെ ഏറ്റവും വലിയ ശാസ്ത്രീയമായ തെളിവ് അവർ ലോകത്തിന് മുന്നിൽ വെച്ചത് പിന്നീടാണ്. കപ്പലിലെ ലോഗ് ബുക്ക് പ്രകാരം അവർ സ്പെയിനിലെത്തിയ ദിവസം സെപ്റ്റംബർ 5-ാം തീയതിയായിരുന്നു. എന്നാൽ സ്പെയിനിലെ കലണ്ടറിൽ അന്ന് 6-ാം തീയതിയായിരുന്നു. ഒരു ദിവസം മുഴുവൻ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഭൂമിയെ ചുറ്റി സൂര്യൻ്റെ ഗതിക്ക് വിപരീതമായി സഞ്ചരിച്ചതുകൊണ്ടാണ് ആ ഒരു ദിവസം മാഞ്ഞുപോയതെന്ന് അവർക്ക് മനസ്സിലായി. ഭൂമി ഉരുണ്ടതാണെന്നും അതിനെ ചുറ്റി സഞ്ചരിക്കാൻ സാധിക്കുമെന്നുമുള്ളതിന് ഇതിലും വലിയൊരു തെളിവ് വേറെ എന്തുണ്ട്? എൽക്കാനോയും ആ 17 പേരും വെറും നാവികരായിരുന്നില്ല, ചരിത്രത്തെ തിരുത്തി എഴുതിയവരായിരുന്നു. മഗല്ലൻ എന്ന ധീരൻ തുടങ്ങിയ യാത്ര എൽക്കാനോ എന്ന പ്രായോഗികനായ നേതാവ് പൂർത്തിയാക്കി. അവരുടെ ഈ യാത്ര മനുഷ്യൻ്റെ അറിവിൻ്റെ അതിരുകൾ ഭേദിച്ചു. പസഫിക് സമുദ്രത്തിൻ്റെ ഭീമാകാരമായ വലിപ്പം, ഭൂമിയുടെ യഥാർത്ഥ ചുറ്റളവ്, പുതിയ മനുഷ്യർ, പുതിയ സംസ്കാരങ്ങൾ എല്ലാം ലോകമറിഞ്ഞത് ഈ 18 പേരിലൂടെയാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ അടങ്ങാത്ത ആഗ്രഹത്തിൽ നിന്ന് തുടങ്ങി പ്രതികാരവും ചതിയും അതിജീവനവും കടന്ന് ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവിനെ മാറ്റിമറിച്ച ഒരു യാത്രയുടെ കഥ. ഇനി പതിയെ കണ്ണുകൾ അടച്ച് ആഴത്തിലൊന്ന് ശ്വാസമെടുക്കാം. ആ പഴയ കപ്പലുകളുടെ തിരക്കും തിരമാലകളുടെ ശബ്ദവും നാവികരുടെ ബഹളവുമെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് പതിയെ മാഞ്ഞു പോകട്ടെ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന ആ സംഭവങ്ങളെല്ലാം ഇപ്പോൾ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അവരുടെ കഷ്ടപ്പാടുകളും വേദനകളും എല്ലാം അവസാനിച്ചു. ഇപ്പോൾ ഇവിടെയുള്ളത് ഈ നിമിഷത്തിൻ്റെ ശാന്തത മാത്രം. നിങ്ങളുടെ മുറിയിലെ നേർത്ത വെളിച്ചം, ഫാനിൻ്റെ മെല്ലെയുള്ള ശബ്ദം, നിങ്ങളുടെ ഓരോ ശ്വാസവും. ഭൂതകാലത്തിൻ്റെ ഭാരങ്ങളില്ലാതെ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളില്ലാതെ ഈ നിമിഷത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ ശരീരം ഭാരമില്ലാത്തതുപോലെ തോന്നട്ടെ. നിങ്ങളുടെ മനസ്സ് ഒരു തൂവല് പോലെ ശാന്തമാകട്ടെ. ഇന്ന് നമ്മൾ കേട്ട കഥയിലെ ധീരനായ നാവികരെ പോലെ ജീവിതത്തിലെ പല പ്രതിസന്ധികളും നമ്മളും നേരിട്ടിട്ടുണ്ടാവാം. എന്നാൽ ഓരോ രാത്രിയും ആ പ്രതിസന്ധികളെല്ലാം മറന്ന് വിശ്രമിക്കാനുള്ളൊരവസരമാണ്. ഒരു പുതിയ പ്രഭാതത്തിൽ ഉണരാനുള്ള ഊർജം സംഭരിക്കാനുള്ള സമയം. ഈ രാത്രി നിങ്ങൾക്ക് നല്ല ഉറക്കം നൽകട്ടെ. നല്ല സ്വപ്നങ്ങൾ നിങ്ങളെ തേടി വരട്ടെ. പ്രിയ സ്വപ്നസഞ്ചാരി, നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ശുഭരാത്രി നേരുന്നു.